നമസ്കാരം. എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഈ സായാഹ്നത്തിലേക്ക്. എൻ്റെ പേര് ബൈജു പാം. ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ ലൈഫ് കോച്ചാണ്, പരിശീലകനാണ്, മെന്ററാണ്. നിങ്ങളെ ക്ഷണിക്കുന്നത്, നിങ്ങളെ സ്വീകരിച്ചത്, ഇങ്ങനെ വിളിച്ചു വരുത്തിയത് വിബെസ്റ്റ് ആണ്. വിബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ 4 മണിക്ക് എഴുന്നേറ്റ് യോഗയും മെഡിറ്റേഷനും ഒക്കെ ആയിട്ട് തുടർച്ചയായിട്ട് 1275 ദിനങ്ങൾ ഇന്ന് പൂർത്തിയാക്കിയ ഒരു കമ്മ്യൂണിറ്റിയാണ്. എന്താണെന്ന് കൂടുതൽ അറിയാനായിട്ട് നമുക്കൊരു വീഡിയോ കണ്ടതിന് ശേഷം ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നു, എന്താണ് വിബെസ്റ്റ് എന്ന് അറിയാനായിട്ട് വിബെസ്റ്റിലേക്ക് അവർ എത്തിനോട്ടെ. അപ്പോൾ ഒരു ചെറിയ വീഡിയോയിലൂടെ നമുക്ക് എല്ലാവർക്കും വിബെസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിനെല്ലാവരെയും ക്ഷണിക്കണം. മഹാഭാരതത്തിൽ അർജുനനോട് ദ്രോണാചാര്യർ ചോദിച്ച ചോദ്യവും അതിന് അദ്ദേഹം നൽകിയ ഉത്തരവും പ്രസക്തമാണ്. വൃക്ഷത്തിനു മുകളിലെ കിളിയുടെ കണ്ണിലേക്ക് അസ്ത്രം പായിക്കുവാൻ ദ്രോണാചാര്യർ ശിഷ്യരോട് ആവശ്യപ്പെടുകയുണ്ടായി. പിന്നീട് അദ്ദേഹം ശിഷ്യരിൽ ഓരോരുത്തരോടും നിങ്ങൾ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. ബാക്കി ശിഷ്യരെല്ലാം ആകാശവും വൃക്ഷവും കിളിയെയും കണ്ടപ്പോൾ അർജുനൻ തന്റെ ലക്ഷ്യമായ കിളിയുടെ കണ്ണ് മാത്രമാണ് കാണുന്നത് എന്ന് മറുപടി നൽകി. ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യബോധമുള്ള ഓരോ വ്യക്തിയുടെയും മറുപടി ഇത്തരത്തിലായിരിക്കും. ജീവിത വിജയത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് ലക്ഷ്യബോധം. ശരിയായ ലക്ഷ്യത്തിലേക്ക് മനസ്സ് കേന്ദ്രീകരിച്ചാൽ വിജയം സുനിശ്ചിതമാണ്. ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുകയാണ് ആദ്യം വേണ്ടത്. അഭിരുചിക്കിണങ്ങിയ അവസരങ്ങൾ തിരഞ്ഞെടുത്ത് മുൻപോട്ടു പോകാനും ഉയരങ്ങൾ കീഴടക്കുവാനും പഠന കാലയളവിൽ തന്നെ കുട്ടികളിൽ ലക്ഷ്യബോധം വളർത്തേണ്ടത് അനിവാര്യമാണ്. മലയാളികൾ സമ്പാദ്യത്തിന്റെ നല്ലൊരു ഭാഗവും കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്കായാണ് ചെലവിടുന്നത്. എന്നാൽ മികച്ച കോഴ്സുകളും സ്ഥാപനങ്ങളും കണ്ടെത്തി മക്കളെ അവിടെ പഠിക്കാൻ അയച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. പഠനത്തിന്റെ ഓരോ ഘട്ടത്തിലും അവർക്ക് പ്രചോദനമേകുന്ന വഴികാട്ടികൾ ആകുവാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. മികച്ച പഠന സൗകര്യങ്ങളുടെ അഭാവം മൂലമല്ല, മറിച്ച് കൃത്യമായ ലക്ഷ്യബോധമില്ലാത്തതിനാലാണ് ഭൂരിഭാഗം കുട്ടികൾ പഠനത്തിലും ജീവിതത്തിലും പരാജയപ്പെടുന്നത്. ലക്ഷ്യങ്ങളില്ലാത്ത ജീവിതം തുഴയില്ലാത്ത തോണി പോലെയാണ്. കാലവും സമയവും തെറ്റി ദിശയറിയാതെ നീങ്ങുന്ന തോണി ഒടുവിൽ എവിടെയും എത്തിച്ചേരാതെ യാത്ര അവസാനിപ്പിക്കേണ്ടി വരുന്നു. കുട്ടികൾ ജനിക്കാത്തതിൽ വേദനിക്കുന്ന ദമ്പതികളെക്കാൾ എത്രയോ അധികമാണ് ജനിച്ച കുട്ടികളെ ഓർത്ത് ജീവിതാന്ത്യം വരെ വേദനിക്കുന്നവർ. ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാവുകയാണ് വിബെസ്റ്റ് എന്ന കൂട്ടായ്മ. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും കേരളത്തിന്റെ 14 ജില്ലകളിലും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുമുള്ള മലയാളികളായ നിരവധി പേർ ഇതിനോടകം വിബെസ്റ്റിലൂടെ ജീവിത വിജയം എന്ന ലക്ഷ്യം നേടിക്കഴിഞ്ഞു. പ്രചോദനാത്മകതയുടെയും ശുഭചിന്തകളുടെയും പ്രചാരകരും പ്രയോജകരുമായി സ്വയം അർപ്പിതമായ ഒരു സത്സംഘമാണ് വിബെസ്റ്റ്. ജീവിതത്തിൽ വിജയത്തിന്റെ മഹാസൗധം പടുത്തുയർത്തുവാൻ ആവശ്യമായ ഉപകരണങ്ങളെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുവാൻ കഴിവുള്ള നന്മയുള്ള മനസ്സുകളുടെ മഹത്തായ കൂട്ടായ്മയാണിത്. അധികാലത്തുണരുന്നവർ മെഡിറ്റേഷൻ, പ്രചോദനാത്മക പ്രഭാഷണങ്ങൾ, ശുഭചിന്തകളും നന്മ നിറഞ്ഞ വാക്കുകളും കൊണ്ട് പ്രഭാതത്തെ പ്രസന്നവും പ്രസാദാത്മകവുമാക്കുന്നവർ. രോഗഭീതിയും ആകുലതകളും നിറഞ്ഞ വർത്തമാനകാല ജീവിത സാഹചര്യത്തിൽ ഉത്കണ്ഠ നിറഞ്ഞ മനസ്സുകൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകി നിഷേധ ചിന്തകൾക്കിടം കൊടുക്കാതെ ശാന്തമായ മനസ്സും ആരോഗ്യവും പ്രദാനം ചെയ്തുകൊണ്ട് കരുത്തുള്ള മനുഷ്യരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ് വിബെസ്റ്റ്. മൈൻഡ് ട്രെയിനർ, മെന്റർ, നേതൃപാടവ കാര്യക്ഷമതാ പരിശീലകൻ, പാരന്റിംഗ് എക്സ്പെർട്ട്, ഫാമിലി കൗൺസിലർ, പ്രസംഗകൻ, ക്രിയാത്മക ചിന്തകൻ എന്നീ നിലകളിലെല്ലാം അറിയപ്പെടുന്ന ശ്രീ ബൈജു പാമിനൊപ്പം നമ്മുടെ സമൂഹം നന്മ നിറഞ്ഞ മനുഷ്യരുടെ ഒരു താവളമായി മാറണം എന്ന സ്വപ്നവുമായി ഒത്തുചേർന്ന സമാന മനസ്കരുടെ കൂട്ടായ്മയാണ് വിബെസ്റ്റ്. ജീവിതം കൊണ്ട് എന്തു നേടണം, എങ്ങനെ അത് നേടണം, അതിനായുള്ള മാർഗങ്ങൾ എങ്ങനെ ആസൂത്രണം ചെയ്യണം തുടങ്ങി
മനുഷ്യന്റെ സർഗവൈഭവത്തെ കണ്ടെത്തി സമുന്നതമാക്കുവാനും ലക്ഷ്യങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുവാനും അതിലൂടെ സന്തോഷ സമൃദ്ധിയിൽ അഭിരമിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാനും കഴിയുക എന്നതാണ് വി ബെസ്റ്റിന്റെ പരമമായ ലക്ഷ്യം. അതിനായി വിഷൻ ബോർഡ് എന്ന അത്ഭുതകരമായ മാജിക്കൽ ടൂളിലൂടെ ദൃഢമായ ഒരു അടിസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നു ഞങ്ങൾ. ഇത് 100% ഫലപ്രദവും പ്രാധാന്യവുമുള്ളതാണ്. കൂടാതെ വിവിധങ്ങളായ ട്രെയിനിങ്ങുകളിലൂടെയും സൂം പ്ലാറ്റ്ഫോമിലൂടെ വിവിധ പ്രോഗ്രാമുകളിലൂടെയും മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തിയായ മനസ്സിനെ ദൃഢമാക്കുകയും ശാരീരികവും മാനസികവുമായ ഉന്മേഷവും ഊർജവും നൽകിക്കൊണ്ട് തികച്ചും വിഭിന്നമായ ഒരു പ്രവർത്തന ശൈലിയിലൂടെ വി ബെസ്റ്റ് മുന്നേറുകയാണ്. താങ്ക് യു ഓൾ. സജീഷ് സെൻമാർ സർ. താങ്ക് യു സാർ, താങ്ക് യു. ആരാധനയെ ബൈജു സാർ, ഐസക് സാർ, ജോയ് സാർ, ജോസ് കുര്യൻ സാർ, നമ്മുടെ ഇന്നത്തെ പരിശീലകൻ ആസ്റ്റിൻ സാർ, മറ്റെല്ലാ ഹൃദയബന്ധുക്കൾ, ഇന്നിവിടെ ഈ ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന എല്ലാ സുമനസുകൾക്കും ശുഭസായാഹ്നം. സാർ ഇപ്പോൾ ഇവിടെ ബി ബെസ്റ്റ് എന്താണെന്നും ഈ ട്രെയിനിങ് എന്താണെന്നും ചെറിയ സൂചന നൽകി. ഒരു ലഘു സൂചന മാത്രമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് സമയം ഒന്നിച്ച് പോകാം. നമ്മുടെ ഹെഡിങ് തന്നെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെതാണ്, വിദേശ ജോലികൾ വിരൽത്തുമ്പിൽ. നമ്മളെല്ലാം പഠിച്ച പോലെയല്ല ഇന്നത്തെ കുട്ടികളുടെ ഒരു മനോഭാവം. അവരെല്ലാം വിദേശത്ത് പോകുന്നതിനും ഉയർന്ന ജോലികൾ നേടുന്നതിനൊക്കെ ആഗ്രഹിക്കുകയും അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾ കുറവാണ്, പക്ഷേ രക്ഷിതാക്കളാണ് ഇവിടെ കൂടുതലുള്ളത്. എല്ലാ രക്ഷിതാക്കൾക്കും തങ്ങളുടെ മക്കളെ നേർവഴിക്ക് നയിക്കാൻ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് നൽകാൻ ഏറ്റവും എളുപ്പമായ ഒരു മാർഗം പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പരിശീലനത്തിൻ്റെ ലക്ഷ്യം. ഒരുപാട് ദീർഘിപ്പിക്കാതെ തന്നെ നമ്മുടെ ഓരോ പ്രോഗ്രാമും തുടങ്ങുന്നത് ബി ബെസ്റ്റുകാർക്കറിയാം, മറ്റു പുതിയ ആളുകളും നമ്മുടെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ദൈവത്തിൻ്റെ കരുണയോടുകൂടിയാണ്, പ്രാർത്ഥനയോടുകൂടി. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി തന്നെ ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി ശ്രീപ്രിയ. കേൾക്കുന്നില്ല. ഇല്ല, കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നില്ല. വീഡിയോ ഓഫ് ചെയ്യുന്നുണ്ടേ. ഓക്കെ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമീഗീയം കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ രാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീ. താങ്ക് യു സർ. താങ്ക് യു. നമുക്ക് ഇന്നത്തെ സെക്ഷൻ ആരംഭിക്കാം. പരമാവധി വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊന്ന് വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരുന്നു. കാരണം ക്ലാസ്സിൻ്റെ ഒരു ഭംഗി അതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് പറ്റുന്നവരെല്ലാം ഒന്ന് വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് എല്ലാവരെയും ഒന്ന് സ്വാഗതം ചെയ്യുന്നതിനും ഒപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ പരിശീലകനെ ആരാണ്
അശ്വിൻ സാർ എന്ന് പരിചയപ്പെടുത്തുന്നതിനുമായി നമ്മുടെ ആരാധനായ ഗുരുനാഥൻ ബൈജുപ്പാം സാറിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു സജീഷ് നെന്മാറ സർ. ശ്രീപ്രിയാജി താങ്ക് യു. ഓസ്റ്റിൻ സാർ സ്വാഗതം. ബാക്കി എല്ലാവരെയും ക്ഷണിക്കണു ഇന്നത്തെ ദിനത്തിലേക്ക്. അതിനു മുമ്പ് 2 വാക്ക്. വിബെസ്റ്റിന്റെ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടു, എന്താണ് വിബെസ്റ്റ് എന്നുള്ളത്. പക്ഷെ ഈ പ്രോഗ്രാമുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടോ എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടായേക്കും. വിബെസ്റ്റ് എന്തായാലും ബിസിനസ് തുടങ്ങിയോ, ഇനി പുറത്തേക്ക് ആളെ കയറ്റി വിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണോ എന്നൊക്കെ ആർക്കെങ്കിലും ഒക്കെ സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് കരുതി. നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒട്ടനവധി അവസരങ്ങൾ മുന്നിലുണ്ട് എന്ന് ഒന്ന് മനസ്സിലാക്കുവാന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. വിബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ ഹബ്ബാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഹാപ്പിനെസ് വില്ലേജ് മൂന്നാറിലാണ്. ഞങ്ങളുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ഇതാണ് ഹോളിസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ സെന്റർ. അപ്പൊ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാം. ഇത് കണ്ടക്ട് ചെയ്യുന്നത് എസ്പയർ എന്ന് പറയുന്ന ഒരു ഫേമാണ്. അത് ഇറാം എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഇത് മാനേജ് ചെയ്യുന്നത്. അതിന്റെ ജനറൽ മാനേജർ ആയിട്ടുള്ള ഓസ്റ്റിൻ സാറാണ് നിങ്ങളോട് കുറച്ച് വിവരങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത്. എന്താണ് ഓസ്റ്റിൻ സാറും ഞങ്ങളും അല്ലെങ്കിൽ തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ, ഓസ്റ്റിൻ സാർ വിബെസ്റ്റ് ആണ്. ഞങ്ങളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന എല്ലാവരെയും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും പോലെ, നിങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകളെ പോലെ തന്നെ നല്ല മനസ്സുകളുടെ ഉടമകളായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ. 6 വർഷം മുന്നെയാണ് എസ്പോയർ എന്നെ ഞാൻ പരിചയപ്പെട്ടത്. ഞാനൊരു പരിശീലകനാണ്. അവിടെ പരിശീലനത്തിന് വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ അവിടെ ചെന്നു, അവരുടെ രീതികൾ മനസ്സിലാക്കി. അപ്പൊ മനസ്സിലായത് ഒരു PPP ആണ്, പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പിലുള്ള ഒരു ഫേമാണ്. അങ്കമാലിയിലാണ് ഓസ്റ്റിൻ സാറിന്റെ സ്ഥലം. അവിടെയാണ് അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. വലിയൊരു കോമ്പൗണ്ടിലുള്ള ഒരു സംവിധാനം. ഞാനൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നെ അവർ ടെക്നിക്കലായിട്ടുള്ള ആ വർക്ക്ഷോപ്പ് എല്ലാം കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ ശരിക്കും നെട്ടിപ്പോയി. ഞാൻ കണ്ടിട്ടില്ല, ഞാനും ഒരു ടെക്നിക്കൽ ആയിട്ട് കുറച്ച് പഠിച്ച ആളാണ്. പക്ഷെ ഇതുപോലൊരു മെഷീനറീസ് ഒന്നും കാണാനായിട്ട് എനിക്ക് വേറൊരിടത്തും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ്, എഞ്ചിനീയറിങ്ങോ മറ്റു വിഭാഗങ്ങളോ എന്ത് കഴിഞ്ഞു വന്നവർക്കും കേരളത്തിൽ പഠിച്ച് പുറത്തേക്ക് ചെല്ലുമ്പോൾ അവർക്ക് പരിചയമില്ലാത്ത കുറെ മെഷീനറീസും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റവുമാണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ എസ്പോയർ ചെയ്യുന്നത് അവരെ പരിചയപ്പെടുത്തി അവിടെ പരിശീലനം കൊടുത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കായിട്ട് പറഞ്ഞയക്കുക. അങ്ങനെ നല്ല ഉചിതമായ അല്ല അർഹമായ ശമ്പളം കൊടുത്തുകൊണ്ട് അവരെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇറാം ഗ്രൂപ്പ് മാനേജ് ചെയ്യുന്ന എസ്പയർ. അതിന്റെ ജനറൽ മാനേജറാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു കൊച്ചു കാര്യം കൂടി പറഞ്ഞാൽ ഇതിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്നും നിങ്ങൾ കേൾക്കുന്നവർക്ക് ഇത് ഉപകാരപ്രദമല്ലെങ്കിൽ പോലും നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാകുമെന്നും ഈ കാലഘട്ടത്തിന്റെ ആവശ്യം വെച്ചുകൊണ്ട് ഞാൻ പറയും. ഇന്നിപ്പോ കുറച്ച് മാസങ്ങളായി തന്നെ മീഡിയയിൽ എല്ലായിടത്തും വരുന്ന ഒരു പ്രശ്നമുണ്ട്. ഇന്നത്തെ യുവതലമുറ പല വിധത്തിലുള്ള അഡിക്ഷനും കാര്യങ്ങൾക്കും വിധേയരാവണം എന്നുള്ളത്. ആ പരാതിയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് കോവിഡ് കാലഘട്ടത്തിലും പ്രളയ കാലഘട്ടത്തിലേക്ക് ഒന്ന് പോയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് അവരെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. പ്രളയകാലത്ത് ഈ കുട്ടികളുടെ മൊബൈൽ ഫോണുകളായിരുന്നു എല്ലാവർക്കും ഹെൽപ്പായി മാറിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ യൂത്ത് മോശമായത് കൊണ്ടല്ല, അല്ലെങ്കിൽ പുതിയ തലമുറ വളരെ മോശം മൊബൈൽ അഡിക്ഷൻ അങ്ങനെയൊന്നുമല്ല. ആ മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണമെന്നും എങ്ങനെയാണ് ജീവിത വിജയം നേടേണ്ടതെന്നും കൃത്യമായി അവർക്ക് ഡയറക്ഷൻ കൊടുത്താൽ, ഒരു സാഹചര്യം ഉണ്ടായാൽ അവർ ഉണർന്ന് പ്രവർത്തിക്കുമെന്നുള്ളതിന് ഉത്തമ തെളിവാണ് പ്രളയകാലത്ത് നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടത്. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു പോസിറ്റീവ് ചിന്താഗതി കൊണ്ടുവരാനാണ്. അതിന് ഉദാഹരണമായിട്ട് ഞാൻ 6 വർഷം മുന്നേ എസ്പോയറിൽ പരിചയപ്പെട്ട ഒരു 10ാം ക്ലാസ്സുകാരൻ. അവന്റെ അമ്മയാണ് അവരെ എങ്ങനെയൊക്കെയോ കൊണ്ടുവന്ന് അവിടെ ചേർത്തത്. 10ാം ക്ലാസ്സുകാരൻ മാത്രം. അവരോട് ക്ലാസ് എടുത്തു. അവിടെയാണ് ഈ സ്ഥാപനത്തിന്റെ മഹത്വം നിങ്ങൾ അറിയേണ്ടത്. വെറുതെ ഒരു ടെക്നിക്കലായിട്ടുള്ള അറിവ് പകർന്നു കൊടുത്ത് പുറത്തേക്ക് വിട്ട് ഒരു ഇന്റർവ്യൂവിന് പാസ്സാക്കി എടുക്കുക എന്ന് പറഞ്ഞത് ഇമ്പോസിബിൾ ആണ്.
അതുകൊണ്ട് ഇവർ ചെയ്യുന്നത് അതിന് വേണ്ടുന്ന തരത്തിൽ അവരെ പാകപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരൊരു തിരിച്ചറിവുണ്ടായി, ആക്ച്വലി ടെക്നിക്കൽ നോളജിന്റെ പ്രോബ്ലം കൊണ്ടല്ല, പല സാഹചര്യങ്ങളിലൂടെ പഠിച്ചു വന്നപ്പോൾ അവരുടെ മാനസികാവസ്ഥയിലുണ്ടായ വ്യത്യാസമാണ് ഇവർ ജീവിത വിജയത്തിന് തടസ്സമാകുന്നതെന്ന് തിരിച്ചറിഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു ഗ്രൂപ്പാണ് ഇറാം ഗ്രൂപ്പ് അല്ലെങ്കിൽ എസ്പയർ. അങ്ങനെയാണ് ഞങ്ങളെ പോലുള്ള ആളുകളുടെ സർവീസ് എടുത്ത് കൊണ്ട് അവരെ ആദ്യം ട്രെയിനിങ് കൊടുക്കും, അതിനുശേഷം അവരെ മെന്ററിങ് എന്ന് പറയുന്ന സർവീസിലൂടെ കയറ്റും. അപ്പോഴാണ് ഈ പയ്യനെ ഞാൻ പരിചയപ്പെട്ടത്. അവൻ പറഞ്ഞു അമ്മയെ നിരന്തരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു ആളാണ്. അങ്ങനെ എങ്ങനെയൊക്കെ ഇവിടെ വന്ന് പെട്ടു. മെന്ററിങ് കഴിഞ്ഞു, അതിനുശേഷം ഓസ്റ്റിൻ സാറെ കണ്ടു. അതിനുശേഷം ഇവർക്ക് ഒരു ജനറൽ മാനേജർ ഉണ്ടായിരുന്നു നേരത്തെ എസ്പയറിലെ, സ്മിത മാം കണ്ടു. സ്മിത മാം സ്വന്തം മോനെ പോലെ, അതേ പ്രായത്തിലുള്ള ഒരു മോനുണ്ട്, മോനെ പോലെ അവനെ കരുതി ആ ട്രെയിനിങ് ഒക്കെ പഠിപ്പിച്ചു. അവൻ ക്ലാസ്സിൽ പോലും വരാനായിട്ട് തുടങ്ങിയത് ഇവരുടെയൊക്കെ ആ രീതികൾ കൊണ്ടാണ്. അങ്ങനെ അവനെ പഠിപ്പിച്ച് 6 മാസത്തെ കോഴ്സ് കൊടുത്തു വിട്ട് യുഎയിലേക്ക് പറഞ്ഞു വിട്ടു. ഈ 6 വർഷത്തിനിപ്പുറം എനിക്കും അവൻ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഓണത്തിനുമൊക്കെ മെസ്സേജ് ഇട്ടുകൊണ്ടേയിരിക്കണം. ആ കുടുംബത്തിന്റെ കണ്ണീര് എനിക്കിപ്പോ കേൾക്കാം, അവൻ പറഞ്ഞ വേഷനിലൂടെ കേൾക്കാൻ കഴിയും. അങ്ങനെയുള്ള ആ കുഞ്ഞുങ്ങളെ കൃത്യമായ ഡയറക്ഷൻ കൊടുത്ത് പരിശീലനം കൊടുത്ത് എത്തേണ്ടടുത്ത് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് ഈ സായം സന്ധ്യയിൽ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. അല്ലാതെ വിബെസ്റ്റ് പുതിയ ബിസിനസ് തുടങ്ങിയല്ല. വിബെസ്റ്റ് ഒന്നും ഒരു കമ്മീഷനും ഞങ്ങളില്ല. ഞങ്ങളുടെ ഒരു ഹൃദയബന്ധുവാണ് ഓസ്റ്റിൻ സാർ, വിശ്വസിക്കാം. 6 വർഷമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ഇവിടെ കമ്മീഷന്റെ പരിപാടികളോ ഓവറായിട്ട് ഫീസ് വാങ്ങിയിട്ട് ഒരു ഭാഗം നമുക്ക് തരികയോ ഒന്നുമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾ അത്ഭുതപ്പെടുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാം ഈ മനുഷ്യനിൽ നിന്നും. അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പരിചയ സമ്പത്തുണ്ട്, ബന്ധങ്ങളുണ്ട്. അത് ഗവൺമെന്റ് അംഗീകരിക്കുന്ന എല്ലാ വഴികളിലൂടെയും ഇദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി, അഭിമാനത്തോടു കൂടി, വിബെസ്റ്റ് എന്നുള്ള അഭിമാനത്തോടു കൂടി ഞങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ഹൃദയബന്ധുക്കളുടെ പേരിൽ, പുതുതായിട്ട് കേൾക്കാൻ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞു വന്നിട്ടുള്ള നിങ്ങളുടെ പേരിലും ഓസ്റ്റിൻ സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഒപ്പം നിങ്ങൾ എല്ലാവരെയും ഈ സമയം ഗുണകരമാകുമെന്ന് 100% ഉറപ്പ് നൽകിക്കൊണ്ട് ക്ഷണിക്കുകയാണ്. ഐസക് സാറുണ്ട്, ജോയ് ജോൺ സാറുണ്ട്, സജി സാറുണ്ട്, ജോസ് കുര്യൻ സാറുണ്ട്, മോഹനേട്ടനുണ്ട്, അങ്ങനെ തുടങ്ങിയ എല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്ക് കേൾക്കാം, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിഷമിപ്പിച്ചുകൊണ്ട് പഠിക്കാം. വിഷമിപ്പിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വ്യക്തതയോടുകൂടി പോകണം. എന്തും ചോദിക്കാമല്ലോ. ചോദിക്കാൻ കൂടി നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ബൈജു സാർ. മറ്റേ ഒരു പരസ്യവാചകത്തിൽ പറഞ്ഞ പോലെ ഇതിലും വലിയ ഇൻട്രൊഡക്ഷൻ ഈ സ്വപ്നങ്ങളിൽ മാത്രം. ഇത്രയും നല്ലൊരു ഇൻട്രൊഡക്ഷനിലേക്കാളല്ല, ഇതിനേക്കാളും വലിയൊരു ഇൻട്രൊഡക്ഷൻ ഇനി സ്വപ്നങ്ങളിൽ മാത്രമാണ്. സോ താങ്ക് യു സോ മച്ച്, താങ്ക്സ് എ ലോട്ട്. സാറ് പറഞ്ഞത്, ബൈജു സാറ് പറഞ്ഞ വളരെ ആത്മാർത്ഥമായിട്ടും അക്ഷരപ്രതി ശരിയാണ്. ഇതിനകത്തൊരു പ്രത്യേകിച്ചൊരു മാർക്കറ്റിങ്ങിന്റെ കാര്യമില്ല. ആക്ച്വലി പലപ്പോഴും രാവിലെയുള്ള ചർച്ചകളിൽ ഞാൻ സ്ഥാപനത്തെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ പേർക്ക് അറിയണമെന്ന് ആഗ്രഹം വന്നപ്പോ അതിനുവേണ്ടി ഒരു ക്ലാസ് ആയിട്ട് ഇങ്ങനെ രൂപപ്പെട്ടു വരികയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലൊരു മാർക്കറ്റിംഗ് ആസ്പെക്ട്സ് ഇല്ല, നമുക്ക് ആ ഒരു ആസ്പെക്ട്സിൽ ആരും കാണേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ ഇന്ന് തുടക്കം തന്നെ ഞാൻ ഡിസ്കസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഒരു മിഥ്യ ധാരണയുണ്ട്, ആ ധാരണയെ ഒന്ന് പൊളിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. കാരണം നമ്മൾ ഇപ്പം ഇവിടെയൊക്കെ ഇരിക്കുന്നവരൊക്കെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇതിൽ കൂടുതൽ പേരും അവരുടെ മക്കളെ നല്ല നിലയിൽ വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ പലപ്പോഴും നമ്മള് ബൈജു സാറിനൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും, പല കുട്ടികളെയൊക്കെ അവരുടെ ഈ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ ചിലപ്പോൾ പഠിക്കാൻ വലിയ കഴിവൊന്നും ഉണ്ടാവില്ല, അവൻ ഹൈ സ്കോർ ചെയ്യുന്ന കുട്ടിയൊന്നും ആയിരിക്കില്ല, ചിലപ്പം പഠനത്തിൽ അവന് ക്ലാസ്സിൽ തീരെ മോശമായിരിക്കും. അപ്പൊ ഇവരൊക്കെ വിചാരിച്ചിട്ട് കാരണന്മാര് പറയും, ദൈവം എനിക്ക് ഒരെണ്ണം ഉണ്ടായിപ്പോയി, ഇതിനെ കൊണ്ട് എന്ത് ഗുണം, ഇവനൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ, സമ്പാദിക്കാൻ പറ്റുമോ, എന്റെ മോൻ എഞ്ചിനീയർ ആക്കാൻ പറ്റില്ല, ഡോക്ടർ ആക്കാൻ പറ്റില്ല, നേഴ്സ് ആക്കാൻ പറ്റൂല, കാര്യം ഇവന്റെ തലയിൽ ഒന്നുമില്ല, പഠിച്ചിട്ടൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തഴയപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ദൈവം മനുഷ്യനായിട്ട് സൃഷ്ടിച്ച ഒരാൾ പോലും വേസ്റ്റ് അല്ലാതെ, ഒരാൾ പോലും കഴിവില്ലാത്തവനാണെന്നും
ഏതവന് വിചാരിച്ചാലും ഏത് രീതിയിൽ സമ്പാദിക്കാനും കൊണ്ടുപോകാനുമുള്ള ഒരു അവസരമുണ്ടെന്നും പലപ്പോഴും നമുക്ക് അറിയില്ല. ഞങ്ങള് കഴിഞ്ഞ സാറ് പറഞ്ഞ പോലെ ഒരു 10 വർഷം മുമ്പാണ്, എനിക്ക് തോന്നുന്നു ബൈജു സാർ 6 വർഷമായിട്ടൊന്നും പരിചയം എനിക്ക് തോന്നുന്നു കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. ഒരു 8 വർഷത്തെങ്കിലും പരിചയം നമ്മൾ തമ്മിലുണ്ട്. കാരണം ഞങ്ങൾ തുടങ്ങി അധികം വൈകാതെ തന്നെ ബൈജു സാർ അതിനകത്ത് ഓൺ ബോർഡ് ആയിട്ടുണ്ടായിരുന്നു. 10 വർഷം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ആദ്യമേ തന്നെ ഫോക്കസ് ചെയ്തത് ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ സ്കില്ല് പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം എഞ്ചിനീയറിംഗ് അവൈലബിൾ ആണ്, ഡിപ്ലോമ അവൈലബിൾ ആണ്, IT അവൈലബിൾ ആണ്. പക്ഷേ വിദേശ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് സ്കിൽഡ് ഉള്ള ആൾക്കാർക്ക് അവരെ ട്രെയിൻ ചെയ്ത് അവരെ വിദേശത്ത് വിടുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രൈം ഫോക്കസ് ആണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, ഞാൻ നിങ്ങളുടെ ഒരു ധാരണയ്ക്ക് വിടാണ്. വിദേശത്തൊക്കെ പോയി ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാല് ഒരു വെൽഡർക്ക്, ഞാൻ പറഞ്ഞ കുറെ ട്രേഡ്സ് ഉണ്ട്, ഒരു വെൽഡർക്ക് കിട്ടാവുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ശമ്പളം എത്രയായിരിക്കും? ഒരു വെൽഡർക്കൊക്കെ എത്ര രൂപ വരെ സമ്പാദിക്കാൻ പറ്റും? 1-2 പേരെങ്കിലും, അല്ല കുറച്ച് പേരെങ്കിലും ഇതിനൊരു ഉത്തരം പറയണം. നിങ്ങൾ ചാറ്റ് ചെയ്യോ, നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം. നിങ്ങളുടെ ഒരു മനസ്സിലെ വരുന്ന ഫിഗർ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ വെൽഡേഴ്സിനൊന്നും പരിചയം ഉണ്ടാവില്ല. വിദേശ രാജ്യങ്ങളിൽ ഒരു വെൽഡർക്ക് എത്ര രൂപ വരെ ശമ്പളം കിട്ടും? സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ഞാൻ എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത കൂട്ടത്തിൽ സാറിന് അൺമ്യൂട്ട് ആയിപ്പോയി. ഓക്കെ, 25,000. ഓക്കെ, 60,000. ലൈജു, വെരി ഗുഡ്. വേറെ പറയട്ടെ, എത്ര വരെ കിട്ടും? കഴിഞ്ഞോ? എല്ലാവരുടെയും കഴിഞ്ഞു. 27,000. 25,000. നാട്ടിൽ എത്ര കിട്ടും? നാട്ടിലൊരു 1000, 1500 ഒക്കെ കിട്ടും. ജസ്റ്റ് ഞാന് നിങ്ങളൊരു ഞാൻ വെറുതെ ഒരു ഫിഗർ പറയില്ല. ഞാനിപ്പോ ജസ്റ്റ് എന്താ പറയാ, ChatGPT ഞാൻ അത് ഡോളേഴ്സിലാണ് കാണിച്ചത്. പക്ഷേ ഇപ്പൊ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ നിങ്ങളെ ആ ഒരു ഫിഗർ കാണിച്ചു തരാം. ഷെയർ ആയില്ലല്ലോ സാറേ? ഇല്ല, ആയിട്ടില്ല സാർ, ആയിട്ടില്ല. ഒരു സെക്കൻഡ്. ഓക്കെയാണ് സാർ. കുറച്ച് ഈ ഭാഗം കാണുന്നില്ലേ? ഇത് ഞാനിതൊരു ഡോളേഴ്സിൽ കാണിച്ചൊരു ഫിഗർ ആണ്. അതായത് ഒരു വെൽഡർ ആവറേജ് സാലറി, ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഡീപ് സീക്ക് ആണ്, ചൈനയുടെ സാധനമാണ്. ഡീപ് സീക്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു, ദ സാലറി ഓഫ് എ വെൽഡർ വാട്ട് ഈസ് ദ സാലറി ഓഫ് എ വെൽഡർ ഇൻ US, ഓസ്ട്രേലിയ ആൻഡ് കാനഡ. ഇതിൽ കാണിക്കുന്നത് 45,000 to 55,000 US ഒക്കെയാണ്. പക്ഷെ ഇത് നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്ത് തരാൻ പറഞ്ഞ ഭാഗത്ത് തന്നു 37 ലക്ഷം രൂപ മുതൽ 45 ലക്ഷം രൂപ വരെ ഒരു വർഷം എൻ ചെയ്യാം. ഇത് എൻട്രി ലെവല് 25 ലക്ഷം രൂപ പെർ ആനം സാലറി വരുന്നത്. സെയിം ഓസ്ട്രേലിയയും കാനഡയൊക്കെ ഓൾമോസ്റ്റ് അങ്ങനെയാണ്, 30 lakhs to 43 lakhs ഒക്കെ. ഇതേ ഫിഗർ തന്നെ ഞാൻ ഞാനൊരു നമ്മുടെ ഇത് ChatGPT ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ ChatGPT തന്ന ഒരു ഫിഗറാണ്. ഏകദേശം ഒരു 1,200 രൂപ മുതൽ 1,600 രൂപ വരെ പെർ അവർ സാലറി ഒരു വെൽഡർക്ക് ഏൺ ചെയ്യാൻ പറ്റും. അത് എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ 2,400 വരെ കിട്ടും. ഇനി ഹൈലി സ്കിൽഡ് വർക്കേഴ്സ് ആണെങ്കിൽ 3,200 വരെ കിട്ടും. ഞാൻ പറഞ്ഞത് ഒരു ആവറേജ് സാലറി ഓഫ് ഒരു വെൽഡറുടെ സാലറി ഉണ്ടോ ഞാൻ പറഞ്ഞത്. ഒരു സെക്കൻഡ്, ഷെയറിംഗിന് ഇങ്ങനെ ഞാൻ ചെയ്തോളാം സാറേ. അത് ക്ലോസ് ചെയ്യണോ? ഷെയറിംഗ് ഒന്ന് ക്ലോസ് ചെയ്യണം സാറേ. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വെൽഡർക്ക് ഒരു ഡോക്ടറോ ഒരു നഴ്സിനേക്കാളൊക്കെ കൂടുതൽ സാലറി ഏൺ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. പിന്നെ വേണ്ടത് ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസമോ +2 വിദ്യാഭ്യാസമോ പ്ലസ് സ്കിൽഡ് ആയിട്ടുള്ള ഒരു ജോബ് നേടാന്നുള്ളതാണ്. ഇനി നിങ്ങൾ വേറെ പുറത്തൊന്നും പോകണ്ട. ഇന്ത്യയിൽ കേരളത്തില് നമ്മുടെ ഒരു നല്ലൊരു ഡ്രസ് വർക്കിന്റെ വെൽഡിങ് ചെയ്യുന്ന ഒരാൾക്ക് 2,000 രൂപ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിശോക്തിയല്ല. നിങ്ങൾ അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. 2,000 to 3,000 rupees ഒരു വെൽഡർക്ക് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇൻറ്റു 25 കൂട്ടിയാൽ മതി, 50,000 rupees കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാവും. അത് 8 മണിക്കൂർ പോലും ജോലി ചെയ്യണ്ട. അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ സ്കിൽഡ് ലേബേഴ്സിന്
ഇനിയുള്ള കാലഘട്ടത്തിൽ വൻ സാധ്യതയാണ് ഉള്ളത്. ഇതിന്റെ ഏറ്റവും വലിയൊരു രസകരമായ ഒരു കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഞാനിപ്പോ നിങ്ങളെ കാണിച്ചതെല്ലാം ചാറ്റ് GPT ആണ്, അല്ലെങ്കിൽ ഇപ്പൊ ഇന്നിപ്പോ ഓഫീസ് വർക്കിന്റെ ഒക്കെ ഒരു നല്ലൊരു ശതമാനം AI ടേക്ക് ഓവർ ചെയ്തേന്. പക്ഷേ വെൽഡിംഗ് പോലുള്ള, ഇലക്ട്രീഷ്യൻസ് പോലുള്ള ജോബുകൾ ചെയ്യാനായിട്ട് ഇപ്പോഴും AI സംവിധാനങ്ങൾ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കിട്ടിയിട്ടില്ല. റോബോട്ട്സ് ഉണ്ട്, പക്ഷെ റോബോട്ട്സിനെ കൊണ്ട് ഒരു ഇലക്ട്രിക്കൽ വർക്കോ വീട്ടിലൊരു പ്രശ്നങ്ങളൊക്കെ തീർക്കാനുള്ള രീതിയിലേക്കുള്ള ടെക്നോളജി ഇതുവരെ വളർന്നിട്ടില്ല. ഞാനിതിപ്പോ പറഞ്ഞ വെൽഡേഴ്സിന്റെ കാര്യം പറഞ്ഞു. എന്റെ അളിയൻ പുള്ളി ബെൽജിയത്തിൽ വർക്ക് ചെയ്യുന്നത് ഏകദേശം ഒരു പുള്ളി ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്, ഗൾഫ് എക്സ്പീരിയൻസ്ഡ് ആണ്. 75 യൂറോ സാലറിയിലാണ്, ഓൾമോസ്റ്റ് ഒരു 5,000 റുപ്പീസ് പെർ അവറിനാണ് അദ്ദേഹം ഒരു ദിവസം വർക്ക് ചെയ്തിരുന്നത്. അദ്ദേഹം ഇപ്പൊ UK-ലാണ്. അവിടെ എന്റെ പെങ്ങള് നേഴ്സാണ്. നേഴ്സിനേക്കാളും കൂടുതൽ ശമ്പളം അവിടെ വെൽഡറായിട്ടുള്ള അദ്ദേഹം മേടിക്കുന്നുണ്ട്. തൊട്ടടുത്താണ് പോയി വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഞാനിത് പറഞ്ഞത് വേറെ ഒന്നും ഉണ്ടല്ലോ, നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. അയ്യോ, പഠിക്കാത്ത പിള്ളേരൊക്കെ മോശക്കാരാണ്, അല്ലെങ്കിൽ പഠിക്കാത്ത പിള്ളേർക്കൊന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നല്ലൊരു സ്കിൽ ഉണ്ടെങ്കിൽ അവന് എവിടെയും രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. ഇപ്പം നിങ്ങളുടെ ആൾക്കാരൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാനഡയിലേക്കോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്കോ അല്ലെങ്കിൽ UK-യിലേക്കോ വിളിച്ചിട്ട് ചോദിക്കുക, ഒരു പ്ലംബറിന്റെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് എത്ര ദിവസം വേണം, എത്ര രൂപ കൊടുക്കണം എന്നുള്ളത്. മിനിമം $150 ആണ് ഒരു ഇലക്ട്രീഷ്യന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ചാർജ്. ഡോക്ടറെ പിന്നെ എളുപ്പത്തിൽ കാണാം, പക്ഷെ ഇലക്ട്രീഷ്യന് കിട്ടൂല. കാര്യം അത്ര ഹൈലി ഡിമാൻഡഡ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇവിടുന്ന് പഠിച്ച് ഇപ്പൊ തന്നെ US-ൽ കയറിപ്പോയിട്ട് ശമ്പളം കിട്ടോ എന്നൊന്നും ആരും എക്സ്പെക്ട് ചെയ്യേണ്ട. ഓവർ എക്സ്പെക്ടേഷൻസ് തരാൻ ഞാൻ റെഡിയോ അല്ല. പക്ഷേ ഇഫ് യു ആർ റിയലി എക്സ്പീരിയൻസ്ഡ് ആൻഡ് ആ ഒരു രീതിയിലേക്ക് നിങ്ങളെ പ്രോസ്പർ ചെയ്ത് പോകാനായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ സാലറി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടില്ല. ഇത് ഞാൻ പറയുമ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് എനിക്ക് അസാപ് കേരള ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ടായി, ഗ്ലോബൽ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൽ സൗത്ത് കൊറിയ എന്നുള്ള ആൾക്കാർ പ്രഭാഷണത്തിനുണ്ടായിരുന്നു. വൺ ഓഫ് ദ ഇവൻ മന്ത്രി ബിന്ദു ആണ് അതിനെ ഇനാഗുറേറ്റ് ചെയ്തത്. അതിലൊരു സ്പീക്കർ ഞാനായിരുന്നു. അതായത് 100ഓളം റിക്രൂട്ട്മെന്റ് ഏജൻസിനെ കൊണ്ടുവന്ന് അവരെ ഗ്യാദർ ചെയ്യിപ്പിച്ചൊരു ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമില് വിദേശത്തേക്ക് ആളുകളെ കയറ്റിവിടുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് ഏജൻസിനെ കൊണ്ടുവന്ന് ചെയ്തൊരു പ്രോഗ്രാമില് ഒരു സ്പീക്കർ ഞാനായിരുന്നു. അവിടെയും വിദേശികളുടെ അത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള ആളുകൾ വളരെ കുറവാണ്. കാര്യം നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ലോജിക്കൽ സെൻസ് ഉണ്ട്. ഒരു വർക്ക് നമ്മൾ ഒരു കുട്ടിയോട് ചെയ്യാൻ പറഞ്ഞാൽ അവന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒന്നും രക്ഷയില്ല. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവൻ വർക്ക് ഏത് വിധേനയും കംപ്ലീറ്റ് ചെയ്യും. അതല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി അവൻ അത് ചെയ്യും. നോർത്തിൽ നിന്നുള്ള കുട്ടികൾക്കൊന്നും അത്ര കഴിവ് അതിനകത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കയറ്റി വിടുന്ന കുട്ടികളെയൊക്കെ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ രക്ഷപ്പെടാറുണ്ട്. ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ്, ഏറ്റവും ഹയസ്റ്റ് സാലറി നമ്മുടെ അവിടുന്ന് പഠിച്ചതിൽ കയറിപ്പോയത്, ഞാൻ ഈ സാലറി കാണിക്കുമ്പോൾ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു സാലറി സൗത്ത് കൊറിയയിൽ സാംസങ് എഞ്ചിനീയറിംഗ് കമ്പനിയിൽ വെൽഡർ ആയിട്ട് പോയ കുട്ടിക്കാണ്. അവന് 6 കുട്ടികളെ അവർ സെലക്ട് ചെയ്തു. 22 പേര് എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ എടുത്തതിൽ 6 പേര് ഫ്രഷേഴ്സ് ആയിട്ടുള്ള നമ്മുടെ കുട്ടികളായിരുന്നു. അവർ കൃത്യമായിട്ട് വെൽഡിങ് ചെയ്ത് കാണിച്ചുകൊണ്ട് അവരുടെ സ്റ്റാർട്ടിംഗ് സാലറി 1.45 lakhs ആയിരുന്നു. 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ. താമസം, 5 സ്റ്റാർ അക്കോമഡേഷൻ താമസം, 5 സ്റ്റാർ ഫുഡ്. പക്ഷെ സൗത്ത് കൊറിയയിലാണ്, പണിയെടുക്കേണ്ടി വരും. പക്ഷെ 1.5 to 2 lakhs rupees സാലറിയാണ് ഞങ്ങളുടെ കുട്ടികൾ ഫസ്റ്റ് പഠിച്ചിറങ്ങി ആദ്യമായിട്ട് കിട്ടിയത്. എന്ന് വെച്ചിട്ട് എല്ലാ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കും 1.5 ലക്ഷം രൂപ സാലറി കിട്ടണമെന്ന് വെച്ചാൽ നോ, കിട്ടുന്നില്ല. നേരത്തെ നിങ്ങൾ പറഞ്ഞ ഫിഗേഴ്സിൽ 25,000-ലും 30,000-ലും സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്, 60,000 കിട്ടുന്നവരുണ്ട്, 70,000 കിട്ടുന്നവരുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള സാലറി നമ്മുടെ ഓരോരുത്തരുടെയും സ്കില്ലിനും അതാത് സമയത്തിൽ വരുന്ന അതാത് സമയത്ത് വരുന്ന ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ചും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇപ്പൊ നമുക്കറിയാം ഈ ഹോം കെയർ നമ്മുടെ നാട്ടിൽ ആരും ചെയ്യില്ല, ഇവിടെ തന്നെ നല്ല സാലറി കിട്ടുന്നതാണ്. ഇന്ന് UAE-യിലുള്ള ഞങ്ങളുടെ ഒരു ഫ്രണ്ട്, പുള്ളി അവിടുത്തെ അറ്റാച്ചിയാണ്, UAE പൗരനാണ്. അദ്ദേഹത്തിന്റെ വീട്ടില് അമ്മാച്ചനെയും അമ്മാമ്മയും പുള്ളിയുടെ ഇൻലോസ് ആണ്. അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അവര് അവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഒറ്റയ്ക്കാണ്, ഒരു കമ്പാനിയൻഷിപ്പിന് ഒരാൾ വേണം. അപ്പൊ എന്നോട് ചോദിച്ചു ഓസ്റ്റിനെ തരാൻ പറ്റുമോ? അപ്പൊ ഞാനിങ്ങനെ എന്റെ പഠിക്കുന്ന കുട്ടികൾ തപ്പി നോക്കാണ്. അപ്പൊ പുള്ളി എന്നോട് ചോദിച്ചു ഓസ്റ്റിന് എത്ര സാലറി കൊടുക്കേണ്ടി വരും? അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ താമസവും ഭക്ഷണം നിങ്ങൾ എന്തായാലും കൊടുക്കണം,
നിങ്ങളൊരു 3000 ദിറംസ് എങ്കിലും കൊടുക്കണം, എന്നാലേ നമ്മുടെ ഇവിടെ നിന്നൊക്കെ പിള്ളേരെ കിട്ടുള്ളൂ. 3000 ദിറംസ് വെച്ചാൽ 66 റുപ്യാണ്, 66,000 ആണ്. അതായത് ഒരു ഹോം കെയറിൽ വർക്ക് ചെയ്യാനായിട്ട്, അതായത് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അവരുടെ ഫുഡൊക്കെ അവർ റെഡിയാണ്, വയസ്സായ ആളുകൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ കൊടുക്കുക. അതിന് 66,000 റുപ്പീസ്, ഇന്ത്യൻ റുപ്പി, അത് നാട്ടിലേക്ക് അയക്കാം. ഇത് ഞാൻ പറയുന്ന ഈ ഒരു ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫിക്സഡ് ആയിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ്. ബാക്കി അവരുടെ ഈ രോഗികളെ കാണാൻ വരും, പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു, മുസ്ലിം സഹോദരങ്ങളൊക്കെ അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനെയും അമ്മേനൊക്കെ നോക്കുന്നവരെ കാണാൻ വരുമ്പോൾ കിട്ടുന്ന ടിപ്സും ദിറംസും ഒക്കെ എക്സ്ട്രാ ആണ്, പ്ലസ് ആണ്. അപ്പൊ നാട്ടിൽ എങ്ങനെ പോയാലും ഒരു 75,000 റുപ്പീസ് ഒക്കെ അയക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഏജ് കെയറിലൊക്കെ. അപ്പൊ ഞങ്ങൾ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ, ഒന്ന് വെൽഡിംഗ് പഠിപ്പിക്കുന്നുണ്ട്, ഫാബ്രിക്കേഷൻ പഠിപ്പിക്കുന്നുണ്ട്, ഇലക്ട്രിക്കൽ പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ ലേഡീസിനൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യാവുന്ന സർട്ടിഫൈഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രോഗ്രാമിൽ നാട്ടില് ഹോസ്പിറ്റലിൽ ഒരു നേഴ്സായിട്ട്, അസിസ്റ്റന്റ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. ഇപ്പൊ നമുക്കറിയാം, ഒരു നേഴ്സ് ആവണമെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് അറിയാം, നിങ്ങൾക്കൊക്കെ അറിയാം. ഇപ്പൊ ഞാൻ ഇന്ന് ഒരു ഫാമിലിയായിട്ട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞത് ഏകദേശം അവരെ മോളെ പഠിപ്പിക്കുന്നത് 8 ലക്ഷം രൂപയാണ് ഫീസ് മാത്രം. 1,30,000 രൂപ ഒരു വർഷം താമസത്തിനും ഭക്ഷണത്തിനും ചെലവാക്കണം. അപ്പൊ 4 വർഷത്തെ കോഴ്സ് ആകുമ്പോൾ എത്രയായി? 1,30 × 4 ഏകദേശം 5 ലക്ഷം രൂപ കൂട്ടിക്കോ, 5,20,000 രൂപ വരും. 5 ലക്ഷം കൂട്ടിക്കോ. അപ്പൊ 8 + 5 13, പ്ലസ് ഇവരുടെ എക്സാം ഫീ അതൊക്കെ വരും, ഒരു 2 ലക്ഷം വേറെ വരും. ഒരു 15 ലക്ഷം കൊടുത്ത് ഒരു നഴ്സിനെ പഠിപ്പിച്ച് പുറത്തു വന്ന ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ശമ്പളം മാക്സിമം ഒരു 15,000 റുപ്പീസ് ആണ്. എന്റെ വൈഫ് നേഴ്സാണ്, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. 15,000 രൂപയാണ്. ഇപ്പൊ കരിയർ ഗ്യാപ്പ് വന്നാലും വീണ്ടും അഡീഷണൽ പേയ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ 15 രൂപ തന്നെ തുടങ്ങണം. പിന്നെ ഇവർ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ കുറെ നാൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടും, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അത് വിദേശത്ത് പോകണമെങ്കിൽ അറിയാം, ലാംഗ്വേജ് ട്രെയിനിങ് പാസ് ആവണം, എക്സ്പീരിയൻസ് വേണം. OET ഒക്കെ B1 ഒക്കെ കിട്ടാന്ന് പറഞ്ഞാൽ വലിയ ടഫ് ടാസ്ക് ആണ്. പക്ഷെ നമ്മുടെ നാട്ടില് ഈ പറഞ്ഞ ഞങ്ങളുടെ പ്രോഗ്രാം ഒരു 2 months തിയറിയും 4 മാസം പ്രാക്ടിക്കൽ ഹോസ്പിറ്റലും കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് നാട്ടിൽ വർക്ക് ചെയ്യാൻ തന്നെ ഏകദേശം ഒരു 12,000 to 15,000 റുപ്പീസ് ഹോസ്പിറ്റലിൽ കിട്ടും. ഇനിയിപ്പോ ഇവർ ഹോം കെയർ ഒക്കെ ചെയ്യാണ്, വീടുകളിൽ പോയിട്ട് ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ, വീട്ടിലെ പോലെ പണ്ടത്തെ പോലെ കഞ്ഞിയും കറിയും വെക്കാൻ പോണതല്ല, ബെഡ് റിഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ കിടപ്പ് രോഗികൾക്ക് അവർക്ക് ഭക്ഷണവും മരുന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഉള്ള ജോബാണ്. 18,000 രൂപ മുതൽ 22,000 രൂപ വരെ സ്റ്റാർട്ടിങ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല, താമസവും ഭക്ഷണവും ഫ്രീ ആണ്. ഇത് വിദേശത്ത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ സാലറി ഇപ്പൊ കൊടുക്കുന്നത് 55,000 രൂപയാണ്. ഇപ്പോഴും എന്റെ അടുത്ത് റിക്രൂട്ട്മെന്റ് ഏജൻസി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് ഇനിയും 10-15 വേക്കൻസീസ് ഒക്കെ ഉണ്ട്. പോകാൻ പിള്ളേരില്ല, കൊടുക്കാൻ ആളില്ല എന്നുള്ളൊരു സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത്. പലപ്പോഴും ഇതിന്റെ ഒരു പ്രാധാന്യം അറിയാത്തത് കൊണ്ടായിരിക്കണം ഈ ഒരു പ്രശ്നം വരുന്നത്. കുവൈറ്റ്, അതുപോലെ ദുബായ്, സൗദിയിലേക്കൊക്കെ ഇതുപോലെ ആളുകളെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ഫസ്റ്റ് പാർട്ട് ഇതാണ്: ഏതൊരു ടെക്നിക്കൽ സ്കില്ലിലും നല്ലൊരു പൈസ നേടാനുള്ള അവസരം ഇന്നുണ്ട്. നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി തേടണം, കണ്ടെത്തണം, അതിനുവേണ്ടി പോകണം എന്നുള്ളതാണ്. അതിൽ ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് മാക്സിമം ആളുകളെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ഫസ്റ്റ് സെഷൻ. ഇനി രണ്ടാമത്തെ ഒരു സെഷനിൽ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. രണ്ടാമത്തെ സെഷനിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് വാക്കൻസീസും ആ വാക്കൻസീസിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. പക്ഷെ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ അതല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിലോ എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. ഇനിയിപ്പോ ആവശ്യമുള്ളവർ ചോദിക്കുന്നില്ല, ആവശ്യമില്ലാത്തവരാണെങ്കിൽ ചോദിച്ചാൽ ചിലർക്ക് ചോദിക്കാൻ ഒരു നല്ല ചോദ്യമാണ്. നമുക്കറിയാം, വിദേശത്തെന്നല്ല നാട്ടിലാണെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ മിനിമം ഏജ് 18 വയസ്സാണ്. അപ്പൊ ഈ 18 വയസ്സ് എന്ന് പറയുമ്പോൾ വിദേശ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇപ്പൊ ഞങ്ങൾ വിടുന്നത് യൂറോപ്യൻ കൺട്രീസിലേക്ക് വിടുന്നുണ്ട്, ഗൾഫ് കൺട്രീസിലേക്ക് വിടുന്നുണ്ട്. എക്സെപ്റ്റ് ദുബായ് ആൻഡ് ഖത്തർ ഒഴിച്ച് ബാക്കി ഏത് രാജ്യങ്ങളിലേക്ക് വിടാനും മിനിമം 21 വയസ്സ് വേണം. മിനിമം 21 വയസ്സാവണം. അവര് വിസ അടിക്കണമെങ്കിൽ 21 വയസ്സ് കഴിഞ്ഞവർക്ക് വിസ അടിക്കുള്ളൂ. ദുബായും ഖത്തറും 18 വയസ്സുള്ള ആളുകൾക്കും അടിക്കുന്നുണ്ട്. പക്ഷെ ബേസ്ഡ് ഒരു 10-20 വയസ്സിൽ, ഞങ്ങൾ 18 വയസ്സായ കുട്ടികളെ വിട്ടിട്ടുണ്ട്. പക്ഷെ ഒരു 20 വയസ്സൊക്കെയാണ് ഒരു ഐഡിയൽ ഏജ്, 20 മുതൽ 21 വരെ. അപ്പൊ ഇപ്പൊ 21 കഴിഞ്ഞ ഒരു 30-35 വയസ്സ് വരെ
നമുക്ക് ഈസിയാണ് ഒരാളെ വിടാനും ഏത് ജോബിന് വേണ്ടിയും വിടാൻ നല്ലതാണ്. 35 കഴിഞ്ഞാലും നമുക്ക് 40 വരെയൊക്കെ പഠിപ്പിക്കാം. പക്ഷെ കുറച്ച് ഇപ്പൊ ഞാൻ പറയാം ക്ലയന്റിന്റെയും കൂടിയും ഒരു താല്പര്യത്തിലേക്ക് വരേണ്ടി വരും. അപ്പൊ ചില ആൾക്കാരുണ്ട് 35 ഒക്കെ ഇയേഴ്സ് കഴിഞ്ഞു ജോലി കിട്ടും. തീർച്ചയായിട്ടും ജോലി കിട്ടും. പക്ഷെ ഒരു ഞാൻ പറയില്ലേ ഇപ്പൊ ക്ലയന്റ് പറയൂലേ ഇപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി? 40 വയസ്സ്. ഇനിയിപ്പോ ഇവരെ നോക്കാൻ ഞാൻ ഒരാളെ നിർത്തേണ്ടി വരുമോ എന്നുള്ള ചിന്ത വരാതിരിക്കുക. കാര്യം ഇപ്പൊ അറിയാലോ 35 വയസ്സ് കഴിയുമ്പോഴേക്കും എല്ലാവർക്കും ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഐഡിയൽ ഏജ് എന്ന് പറഞ്ഞാൽ ഒരു 20 മുതൽ 35 വയസ്സ് വരെയുള്ള ആളുകളാണെങ്കിലാണ് കുറച്ചും കൂടി നന്നാവും. ഇവരുടെ മിനിമം ക്വാളിഫിക്കേഷൻ? ക്വാളിഫിക്കേഷനിലേക്ക് ഞാൻ വരാം. വേറെ എന്തെങ്കിലും സാർ അത് പറയാം സാറേ. ഞാൻ ഓക്കെ ഓക്കെ മൊത്തത്തിൽ ശരി രണ്ടുപേരും കൂടി വരുന്നുണ്ട്. ശരി. വേറെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനില്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ പറയാം. ക്വാളിഫിക്കേഷന്റെ കേസ് എന്ന് വെച്ചാൽ സാറേ ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാളുണ്ടെങ്കിൽ വെൽഡിങ് പഠിക്കാൻ 10ാം ക്ലാസ് മതി. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ എന്തുകൊണ്ട് ഞാൻ ഈ കാണിച്ച സാലറി അതായത് ഒരു 40-50 ലക്ഷം പെർ ഇയർ, ഇത് ഞാൻ കുറഞ്ഞ ഫിഗർ കാണിച്ചതാണ്. മറ്റേ $100 വരെ കിട്ടുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഒരു മാസം 5-6 ലക്ഷം മേടിക്കുന്ന വെൽഡേഴ്സ് ഉണ്ട്. ഇപ്പം അണ്ടർ വാട്ടർ വെൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പെർ അവറിന് $600 പെർ അവറിന്. $600 6x8 എത്രയാണെന്ന് നിങ്ങൾ കണക്കൂട്ട് ചെയ്യാൻ മതി. കാര്യം അത് അത്രയും റിസ്ക് ഉള്ള ജോബാണ്. അപ്പൊ നമുക്ക് ഇതിന് പല മേഖലകളുണ്ട്. അപ്പം ഇതിനൊക്കെ ഈ പറഞ്ഞ വെൽഡിങ്, ഫാബ്രിക്കേഷൻ ഇങ്ങനെയുള്ള ജോബുകൾക്കൊക്കെ 10ാം ക്ലാസ് മതി. പക്ഷെ ഒരു മിനിമം ഒരു ഡിഗ്രിയോ ബികോമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ കുട്ടികളാണെങ്കിലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു ശാപം എന്താന്ന് വെച്ചാൽ ഇപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു തോറ്റാ പോലും അവനൊരു പണിക്കും പോകില്ല. വെൽഡിംഗ് പണിക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിപ്ലോമക്കാരനെ വെൽഡിംഗ് പഠിപ്പിക്കാൻ പറ്റും. അയ്യോ ഞാൻ ഡിപ്ലോമക്കാരനാണ്, ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ ഈ വെൽഡിംഗ് ജോബ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയും. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് 10ാം ക്ലാസ് കഴിഞ്ഞ ഒരുത്തൻ വെൽഡിംഗ് പഠിച്ച് ഇവൻ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവന്റെ ഉള്ളിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. എന്താണ്? ഞാൻ 10ാം ക്ലാസ്സേ ഉള്ളൂ. അപ്പൊ ഇവൻ ആ വെൽഡിംഗ് ജോലി ചെയ്ത് ഒരു സൈഡിൽ ഒതുങ്ങിക്കൂടും. പക്ഷെ കുറച്ച് ക്വാളിഫിക്കേഷൻ ഉള്ളവനാണ് ഇതൊക്കെ പഠിക്കണമെങ്കിൽ അവൻ അവിടെ പോയി സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആളുകളായിട്ട് ഒരു ലീഡർഷിപ്പ് എടുക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇതിന്റെ സൂപ്പർവൈസർ ലെവൽ എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പൊ ഞങ്ങളുടെ എക്സ്പോർട്ടിൽ വരുന്ന കുട്ടികളാണെങ്കിൽ ഞങ്ങൾ ഡിപ്ലോമയും ബിടെക്കും കഴിഞ്ഞവരൊക്കെ മെന്റർ ചെയ്ത് സംസാരിച്ച് അവരൊക്കെ ഈ വെൽഡിംഗ് ഒക്കെ പഠിപ്പിക്കും. അങ്ങനെ പോയ പിള്ളേരൊക്കെ നല്ല പൊസിഷനിലാണ്. കാരണം നമുക്കറിയാം ഒരു എഞ്ചിനീയർക്ക് ഒരു ജോലി കിട്ടണമെങ്കിൽ ഇപ്പൊ നമ്മുടെ നാടിന്റെ ശാപം അതാണ്. കുട്ടികൾ 5 വർഷത്തെ എഞ്ചിനീയർ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി ഇവരോടൊരു പണി ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താട്ടോ. നമ്മുടെ ഇവിടെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു ജോബ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. എന്നാ നമ്മൾ ഏതെങ്കിലും ഒരു ജോലി അവന് കൊടുക്കാന്ന് വെച്ചാലോ, ഒരു ഇപ്പൊ ഇലക്ട്രീഷ്യന്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവനാ അവിടെ മോനെ നാളെ മുതൽ വയർ വലിക്കാൻ വന്ന അവൻ പറയും എന്റെ ചേട്ടാ ഞാൻ എഞ്ചിനീയറാണ്, വയർ വലിക്കേണ്ടവനല്ല. അപ്പൊ അവന് സത്യം പറഞ്ഞാൽ അന്ന് നാളെ നമ്മൾ പറയണം ഓക്കെ മോനെ നീ എന്നാ ഇപ്പൊ ഇവിടെ ഒരു 10 ഇലക്ട്രീഷ്യൻസ്മാരുണ്ട് നീ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇവനൊരു പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഇപ്പൊ നമ്മുടെ ഒരു എഞ്ചിനീയർ പഠിച്ചിറങ്ങിയ ഒരു പയ്യനെടുത്ത് നിങ്ങളുടെ വീടിന്റെ ഇലക്ട്രീഷ്യന്റെ സൂപ്പർവൈസറായിട്ട് വെക്കില്ല. കാര്യം അവൻ അറിഞ്ഞൂടാ, അവന് വീടിന്റെ വയറിങ് അറിഞ്ഞൂടാ, ഫാക്ടറിയുടെ വയറിങ് അറിഞ്ഞൂടാ. 90% പേർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങള് ചെയ്യുന്ന ഒരു പരിപാടി ചിലപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവനാണെങ്കിലും പിടിച്ച് മെന്ററൊക്കെ ചെയ്ത് മോനെ നീ വെൽഡിംഗ് പഠിച്ചോ ഫാബ്രിക്കേഷൻ പഠിച്ചോ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഇൻഡസ്ട്രിയിലേക്ക് ഒരു എൻട്രി ലെവൽ ജോബിന് കയറ്റിവിടും. ഞാൻ പറഞ്ഞ അവനവിടെ 2 വർഷം പോലും വർക്ക് ചെയ്യണ്ട, ഒരു 1-1.5 വർഷം കഴിയുമ്പോൾ ഇവൻ ഇത്രയും പണി ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നതുകൊണ്ട് ഉടമയ്ക്ക് ഒരു താല്പര്യമുണ്ട്. ഓക്കെ ഇവൻ ഈസ് എഞ്ചിനീയർ ബട്ട് ഹീസ് ഡൂയിങ് ടെക്നിക്കൽ വർക്ക്. പിന്നെ എംപ്ലോയി ഇവിടെ ചെന്ന് ഇവന്റെ സ്വഭാവം മനസ്സിലായി, ഇവൻ പണിയെടുക്കാൻ താല്പര്യമുള്ളവനാണ്, ഇവന് പണിയെടുക്കാൻ അറിയാം. അടുത്തൊരു സൂപ്പർവൈസറി പോസ്റ്റ് വരുമ്പോൾ അവൻ എപ്പോഴും ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ സൂപ്പർവൈസറി പോസ്റ്റിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ 3-4 വർഷം ഇവന് അല്ലെങ്കിൽ 1 വർഷമോ 1.5 വർഷം അവന്റെ പ്ലാന്റിലേക്ക് ഇടുന്ന എക്സ്പീരിയൻസ്ഡ് ആയുള്ള CV കൊണ്ട് ഇവര് നേരെ കൊടുക്കും. ദിസ് ഈസ് മൈ എഞ്ചിനീയർ, ഹി വിൽ ഡു ദ ജോബ്. അവന് ഇമ്മീഡിയറ്റ് ആയിട്ട് സൂപ്പർവൈസർ ആയിട്ട് പ്രൊമോഷൻ കിട്ടി. അപ്പൊ ഞങ്ങൾ 1200 ദിറംസിനൊക്കെ വിദേശത്ത് കയറ്റിയിട്ട് പിള്ളേർ 6,000-ഉം 7,000 ദിറംസ് സാലറി മേടിക്കും. പോയത് 1200 ദിറംസിനാണ്. കാര്യം അവർക്ക് ഡിപ്ലോമ ഉണ്ട്, ബിടെക് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈവൻ 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളവരെ പോലും നമുക്ക് സ്കിൽ ചെയ്ത് പുറത്തുവിടാൻ പറ്റും. ഐഡിയൽ എന്ന് പറയുന്ന ഒരു ITയോ ഡിപ്ലോമയോ ബിടെക്കോ ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വിടണമെങ്കിൽ അവരുടെ കരിയർ സാധ്യതകൾ കൂടുതലാണ്. ഐസക് അബ്രഹാം സാർ ഒരു ചോദ്യം ടൈപ്പ് ചെയ്ത് ചോദിച്ചായിരുന്നു, മാക്സിമം ഏജ് എത്രയാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ സാറേ, ഒരു 35 വയസ്സ് വരെയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു പ്ലേസ്. പഠിപ്പിക്കാൻ ഞങ്ങൾ 50 വയസ്സ് അയാളെ പഠിപ്പിക്കും. പക്ഷെ ഞങ്ങളായിട്ടൊരു ജോബിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു ബിലോ 40 ആണ് ഇറ്റ്സ് മോർ പ്രിഫറബിൾ.
ബിലോ 40. ഇനി അതെല്ലാം നമ്മള് ഇപ്പൊ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, നമ്മുടെ സ്ഥാപനത്തിന്റെ മോളില് ഒരു ലാംഗ്വേജ് ട്രെയിനിങ് അക്കാദമി ഉണ്ടായിരുന്നു. ഒരു 3-4 ഇയേഴ്സ് ബാക്ക് ഒരു പെൺകുട്ടി അവിടെ OET പഠിക്കാൻ വന്നു. അവൾ അവിടെ പഠിച്ചു, അവൾക്ക് OET കിട്ടി. അപ്പം അവൾക്ക് അയർലൻഡിൽ ജോലി കിട്ടി, അവൾ പോവാണ്. അപ്പം ജോലിയുടെ ഒക്കെ കാര്യം ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് 45 വയസ്സായി. അപ്പൊ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു പണി അറിയില്ല. കാര്യം ആൾ കടയിൽ സാധനം എടുത്ത് കൊടുക്കുന്നത്, സ്വന്തം കടയാണ് അവർ. അപ്പൊ കടയിൽ സാധനം പൊതിഞ്ഞു കൊടുക്കണ ഒരു സ്കില്ലും ഇല്ല. അപ്പൊ അവരവിടെ ക്യാൻറ്റീനിൽ ചായ കുടിച്ചിരുന്നപ്പോ അവരോട് ചോദിച്ചു, അയ്യോ ഇയാള് ഹസ്ബൻഡ് ഉണ്ട്, അപ്പൊ ഹസ്ബൻഡിനെ കൂടെ കൊണ്ടുപോകണം, ഒരു എന്ത് ഓൺലൈൻ പഠിച്ചാലും ക്ലാസ് ഓൺലൈൻ. സാർ ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഈ ഹസ്ബൻഡിനെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോ ക്യാൻറ്റീനിലെ ചേച്ചി പറഞ്ഞു എക്സ്പയർ ഉണ്ടെന്ന് പോയി ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അടുത്ത് വന്നു, ഞങ്ങൾ അവരെ വെൽഡിങ് പഠിച്ചു. അയാൾ ഭയങ്കര ആത്മാർത്ഥമുള്ള മനുഷ്യനാണ്. കുട്ടീനെ നോക്കണം, കാര്യം വൈഫ് പോയി. അപ്പൊ കുട്ടീനെ നോക്കാൻ ഒരാളെ തയ്യാറാക്കി നിർത്തി ഇയാൾ ഞങ്ങളുടെ അടുത്ത് പഠിക്കാൻ വരും. ഇതല്ല, ഇതിന്റെ ഒരു എക്സ്ട്രീം ലെവൽ പുള്ളി കാണിച്ചു. ഒരു മിഗ് വെൽഡിങ് മെഷീൻ സ്വന്തമായിട്ട് വീട്ടിലങ്ങ് വാങ്ങി. അപ്പൊ ഇവിടെ വരാൻ പറ്റാത്ത ദിവസം പുള്ളി വീട്ടിൽ പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞ് ആ മനുഷ്യന് ഇപ്പൊ അയർലൻഡിലാണ് വർക്ക് ചെയ്യണേ. BSc നഴ്സിംഗ് കഴിഞ്ഞ ഭാര്യയെക്കാളും കൂടുതൽ ശമ്പളം പുള്ളി ഏൺ ചെയ്യുന്നുണ്ട്. ആള് പോയത് ഹസ്ബൻഡ് വിസയിലാണ്, അല്ല അറിയാലോ, സ്പൗസ് വിസയിലാണ് പോയത്. പക്ഷെ അവിടെ ഹീസ് ഏണിംഗ് മോർ ദാൻ എ BSc നഴ്സ് വെൽഡിങ് പഠിച്ചു പോയിട്ട്. ഇപ്പോഴും ഞങ്ങളുടെ അവിടെ പഠിച്ചിറങ്ങുന്ന മിഗ് വെൽഡിങ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് യൂറോപ്പിൽ, ഇപ്പൊ ലിത്വാനിയ അങ്ങനെയുള്ള ക്രൊയേഷ്യയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ കയറ്റിവിടുന്ന മിനിമം സാലറീസ് 80,000 to 1 lakh rupees. അപ്പൊ ഞാൻ പലപ്പോഴും നമ്മളോട് പറയാറുണ്ട്, ഇപ്പം നമുക്കറിയാം പിള്ളേരെ നമ്മൾ വിദേശത്ത് പഠിക്കാൻ വേണ്ടി അയക്കുന്നുണ്ട്. എത്രയോ മക്കൾ പോകുന്നുണ്ട്. 15 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെ ചെലവാക്കിയിട്ടാണ് ഒരു കുട്ടിനെ പഠിക്കാൻ വിടുന്നത്. ഈ 15 മുതൽ 30 ലക്ഷം രൂപ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ അവിടെ എന്ത് പണിയെടുക്കുന്നത്? നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പോയി ചോദിച്ചറിയാൻ പറ്റും എന്ത് പണിയാണ് അവരെടുക്കുന്നത്? ആരെങ്കിലും പറയാമോ എന്ത് പണിയാണ് അവരവിടെ പോയിട്ട് എടുക്കുന്നത്? സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലെ ഹോട്ടൽസ്, ഡീസന്റ് അതിനേക്കാൾ ജോബാണ്. പാത്രം കഴുകാണ് പിള്ളേര്, അതെ, അതുപോലും കിട്ടാനില്ല ഇപ്പൊ ജോലി. വീട്ടുജോലിയാണ് ചെയ്യുന്നത് വീട്ടുജോലിയാണ്. വീട്ടുജോലിയാണ് പിള്ളേർ ചെയ്യുന്നത്. വീട്ടുജോലി, ഹോട്ടലിലെ പാത്രം കഴുകല്, ഇതൊക്കെ ചെയ്തിട്ട് ഇവന് 30 ലക്ഷം രൂപ പോലും സമ്പാദിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. വീട്ടിൽ നിന്ന് ഐസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കാം. ഇപ്പൊ അവിടുത്തെ റെന്റും കാര്യങ്ങളൊക്കെ കൂടി. അപ്പൊ ഇതുപോലൊരു സ്കില്ല് പഠിച്ചു പോവാണെങ്കിൽ ഒരു 2-3 ലക്ഷം ഏജൻസി, ഞങ്ങളുടെ ഫീസ് അത്രയില്ല, ഞങ്ങൾക്ക് ഒരു 45,000 to 1 lakh ഉള്ളൂ. ഒരു ഏജൻസി ഫീസ് ഒരു 2.5-3 ലക്ഷം ഒക്കെ ചില ഏജൻസീസ് മേടിക്കുന്നുണ്ട്. അത്ര ചെലവാക്കിയാൽ പോലും സ്റ്റാർട്ടിങ് ഒരു 80 to 1 lakh വെൽഡിംഗ് ജോബ് ചെയ്യാം, അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ ജോബ് ചെയ്യാം. ഈ പറഞ്ഞ അവിടെ പോയി പഠിക്കേണ്ട ആവശ്യമില്ല. വിസിറ്റ് കാര്യം മറ്റേതാണെങ്കിൽ മിനിമം അവേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ താമസം നമ്മൾ കണ്ടെത്തണം. പഠിക്കാൻ പോകുമ്പോൾ എന്താണ്, താമസത്തിന്റെ കോസ്റ്റ് നമ്മൾ കൊടുക്കണം. വർക്ക് വിസയിൽ പോകുമ്പോൾ ആരാ? കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവന് താമസം കൊടുക്കാനുള്ളത്. താമസവും ഇലക്ട്രിസിറ്റിയും ഒക്കെ അവർ കൊടുത്തോളും, എക്സെപ്റ്റ് ആ ഫുഡ് മാത്രം നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിച്ചാൽ മതിയാവും. അപ്പൊ ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാ ബെസ്റ്റ് ഓപ്ഷൻ? പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പണിയെടുക്കാനുള്ള ആ ഒരു എന്താ പറയാ ചടിപ്പ്, ആ മനസ്സ് മാറ്റിക്കണം. ഇപ്പൊ വെൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര കാശ് കിട്ടുന്ന പറഞ്ഞാൽ ഈസി ജോബ് ഒന്നുമല്ല. നല്ല ചൂടുണ്ട്, വെൽഡ് ചെയ്യണം, സ്കില്ല് വേണ്ട ജോബാണ്. അതിൽ സ്കില്ല് ഉണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം സ്കില്ല് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സാലറിയും, നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന സാലറി കൂടും. നമുക്ക് അവർ തരുന്ന സാലറിയിൽ വ്യത്യാസം ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന ജോബിനനുസരിച്ച് അവർ ഓവർ ടൈം തരും. ഇപ്പൊ നമുക്കറിയാം ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ മിനിമം എത്ര സാലറി ഉണ്ടാവും. അപ്പൊ അത് ഒരു 8 hours ഇവർ പറയാം 15 ഇഞ്ച് അല്ലെങ്കിൽ 50 ഇഞ്ച് വെൽഡ് ചെയ്യണമെന്നാ പറയാം. ഒരാള് 8 hours 75 ഇഞ്ച് വെൽഡ് ചെയ്തെന്ന് വിചാരിച്ചു, ഇമ്മീഡിയറ്റ്ലി ആ സൂപ്പർവൈസർ ഓവർ ടൈം ചെയ്ത് കൊടുക്കും, 2.5-3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ. കാരണം അവന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര ഇതാണ്. ഒരു ഡോക്ടറെ പോലെയാണ് ഒരു പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഒരു വെൽഡർ എന്ന് പറഞ്ഞ ഡോക്ടറെ നിങ്ങൾ ശ്രദ്ധിച്ചോ, വെൽഡേഴ്സ് ഭയങ്കര അഹങ്കാരികളായിരിക്കും. ഡോക്ടേഴ്സിനെക്കാളും പവർ അവര്. ഇവരൊക്കെ ആയിട്ട് ഡീൽ ചെയ്യാനും പാടായിരിക്കും. കാരണം എന്താണെന്നറിയോ, സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവര് ഡോക്ടറെ പോലെയാണ്. കാര്യം ഫിറ്റേഴ്സും ഹെൽപ്പേഴ്സും ഒക്കെ പൈപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇവര് വെൽഡ് ചെയ്യും. ഇവര് വരും, ആ സമയത്ത് വെൽഡ് ചെയ്യും. അത് കഴിഞ്ഞ ഗ്ലൗസ് വരെ ഊരാനുണ്ട്, ചായ മേടിച്ചു കൊടുക്കണം. ഇത് ഞാൻ തള്ളുന്നതല്ല, നിങ്ങൾ വെൽഡിങ്ങിൽ ജോബ് ചെയ്തിട്ടുള്ള ആൾക്കാർ ചോദിച്ചു, ഗ്ലൗസ് ഇങ്ങനെ കാണിച്ചാൽ മതി, ഡോക്ടർ ഇങ്ങനെ കൈ കാണിക്കില്ല, അതുപോലെ ഇങ്ങനെ കൈ കാണിച്ചാൽ ഗ്ലൗസ് ഊരിക്കൊണ്ടുപോയ ഹെൽപ്പർമാരുണ്ടാവും. കാരണം ഇവന്റെ ആ കറക്റ്റായിട്ട് വെൽഡ് ചെയ്തില്ലെങ്കിൽ, അതായത് ഇവൻ ആ കറക്റ്റ് റൂട്ട് കൃത്യമായിട്ട് വെൽഡ് ചെയ്തില്ലെങ്കിൽ ആ ഒരു ജോബ് റിപ്പയറിങ്ങിന് വിട്ട് കഴിഞ്ഞാല്, അതായത് ഈ ഓരോ വെൽഡിങ് ജോബും ഒരു എന്താ പറയാ, ഒരു നമ്മുടെ റേഡിയോഗ്രാഫിക് ടെസ്റ്റ് നടത്തും, നമ്മുടെ കയ്യിൽ എക്സ്റേ എടുക്കുന്ന പോലെ. ഇതിൽ പാസ്സായില്ലെങ്കിൽ നമ്മൾ നയനനേത്രങ്ങൾ കൊണ്ട് നന്നായിരിക്കും, പക്ഷെ റേഡിയോഗ്രാഫിയിൽ പാസ്സാക്കി കഴിഞ്ഞാൽ ആ ജോയിന്റ് റിപ്പയറിങ്ങിന്റെ ലക്ഷങ്ങളാണ് കമ്പനിക്ക് നഷ്ടം. ഒന്ന് വർക്ക് ഡിലേ ആവും, ഇത് മുഴുവൻ കട്ട് ചെയ്ത് രണ്ടാമത് വെൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു ടഫ്.
അപ്പൊ അത്രയും സ്കില്ലുള്ള ഒരു വെൽഡറെ പൊന്നുപോലെ എന്താ പറയാ അവന്റെ മാനേജറിനേക്കാളും വെയിറ്റിലും പവറിലും ആണ് അവർ കൊണ്ടുനടക്കുക. അപ്പൊ സ്കിൽഡ് ജോബിന് എപ്പോഴും അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനില്ലെങ്കിൽ ഞാൻ ഇപ്പോ നമ്മുടെ അടുത്തുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്ത് ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ജോബിന് അധികം സ്കില്ലും വേണ്ട, എന്നാൽ അധികം ശമ്പളവും കുറവാണ്. പക്ഷെ നേരത്തെ ബൈജു പാം സാറൊക്കെ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ നാട്ടിൽ നിന്ന് ഒരു മാറ്റവും വിദേശ രാജ്യങ്ങളൊക്കെ കാണാനുള്ള ഒരു അവസരമാണ്. ആദ്യത്തെ വേക്കൻസി അലുമിനിയം. ഇതിപ്പോ നമ്മൾ വന്നിരിക്കുന്നത് ഞങ്ങൾ പഠിപ്പിക്കുന്ന ട്രേഡ് അല്ല എങ്കിൽ കൂടെ അലുമിനിയം ഫാബ്രിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ അലുമിനിയം ക്ലാഡിംഗ് വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അലീക്കോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയും അല്ലബാർ എന്ന് പറഞ്ഞ കമ്പനിയും ഞങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കുട്ടികളെ വിടുന്നതാണ്. ഇതുവരെ നമുക്കൊരു കുട്ടി പോലും പോയിട്ട് സാറേ ഇവിടെ ജോലി കൂടുതലാണ്, പ്രശ്നമാണ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കാത്ത കമ്പനീസ് ആണ്. ഇവിടേക്കൊക്കെ ഇപ്പൊ ഏകദേശം ഒരു 500 പേരെ ജോലിക്ക് ആവശ്യമുണ്ട്. അവര് ആളെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഇവർ എന്നോട് പറഞ്ഞാൽ 10ാം ക്ലാസ് പോലും വേണ്ട സാറേ എന്ന് പറഞ്ഞു. അതായത് ജോലി എടുക്കാൻ തയ്യാറുള്ള ഒരു 10-20 വയസ്സുള്ള ആൾക്കാരും പിന്നെ നമ്മൾ ഇവരെ ടെസ്റ്റ് പാസ്സാവണം. അപ്പൊ അതിനുവേണ്ടി ചിലപ്പോൾ നമ്മൾ ഒരു 1 വീക്കോ 2 വീക്സോ നമ്മൾ ഇവരെ ട്രെയിൻ ചെയ്യും. ഞാൻ ഈ പറഞ്ഞത് വെൽഡിങ്ങോ ഫാബ്രിക്കേഷനോ ഒന്നല്ല, ഇത് അലുമിനിയം ക്ലാഡിങ്ങിനുമായിട്ട് ഇതൊരു പെർട്ടിക്കുലർ ജോബാണ്. ഏകദേശം 500 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോ നിങ്ങളുടെ ആരെങ്കിലും അറിയുന്നവരുണ്ട്, പ്രത്യേകിച്ച് പഠിക്കാൻ കഴിവൊന്നുമില്ല, അതല്ലെങ്കിൽ ഇപ്പൊ ക്ലാസ് മീൻസ് അങ്ങനെ വലിയ നോളജ് പഠിക്കാനില്ല, വലിയ പൈസ ചെലവാക്കാനില്ലെങ്കിൽ ഏകദേശം ഒരു 50,000 മുതൽ ഒരു 55,000 രൂപ വരെ അവർ ചെലവാക്കുകയാണെങ്കിൽ, അതായത് ഞാൻ പറയുന്നത് റിക്രൂട്ട്മെന്റ് കോസ്റ്റ് അടക്കമാണ്, ഒരു 55,000-60,000 മാക്സിമം. അതിന്റെ അടുത്ത് ഐസക് സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും പൈസ കുറച്ച് പറയരുത്, കൂട്ടി പറയണം. കൂട്ടി പറഞ്ഞത് കുറഞ്ഞാലും കുഴപ്പമില്ല, കുറഞ്ഞതിൽ നിന്ന് നിങ്ങൾ കൂട്ടി പറഞ്ഞ പ്രശ്നം എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു 60,000 മാക്സിമം പൈസ ട്രെയിനിങ്ങും വിസയും ടിക്കറ്റും എല്ലാം കൂടി ചെലവാക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മിനിമം ഏറ്റവും കുറവാണ് ഞാൻ പറഞ്ഞ 25,000 മുതൽ ഒരു 35,000 രൂപ വരെ സാലറി കൈ കിട്ടും. ഫുഡ് അവർ കഴിക്കണം, വലിയ പൈസ വരില്ല. അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ബാക്കി എല്ലാ എക്സ്പെൻസും അവർ തരും. ഇവിടുന്ന് ഒരു 60,000 റുപ്പീസ് മുടക്കി അവിടെ ചെന്ന് കഴിഞ്ഞാല് ജോലിക്ക് ജോയിൻ ചെയ്ത് 1 മാസം 2 മാസം കഴിയുമ്പോൾ 15,000, അതായത് വിസ സ്റ്റാമ്പിങ്ങിന് കൊടുത്ത കാശ് അവര് തിരിച്ച് ഈ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരും. അപ്പൊ അതിന് ഇപ്പൊ നമ്മുടെ അങ്കമാലിയിൽ വന്ന ഒരു 1 വീക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക ടെസ്റ്റിന് മുമ്പ്. ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് ടെസ്റ്റ് നമ്മൾ പാസ്സാക്കിക്കും. പാസ്സായാൽ അവന് വിത്തിൻ ഒരു 1 വീക്കോ 2 വീക്കോ 3 വീക്സിനുള്ളിൽ വിസ വരും, ടിക്കറ്റ് എടുക്കുക. ഈ പറഞ്ഞ ഒരു 60,000 റുപ്പീസ് ചെലവാക്കി കഴിഞ്ഞാല് ടിക്കറ്റ് നമ്മൾ എടുക്കണോ അല്ലെങ്കിൽ ടിക്കറ്റ് എല്ലാം അടക്കം 60,000 രൂപ. ടിക്കറ്റ് അടക്കമാണ് ഞാൻ പറഞ്ഞത്. ടിക്കറ്റ് അടക്കം 60,000 റുപ്പീസ്. അതിൽ ഞാൻ പറഞ്ഞ 15,000 തിരിച്ചു കിട്ടും. ട്രെയിനിങ്ങും 15,000 രൂപ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിന് തുല്യമായ ദിറംസ് അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കും. അതായത് ഓൾമോസ്റ്റ് ഒരു 700 ദിറംസ് ആണ് ഈ അല്ല ഇവിടെ നാട്ടിലൊരു 15,000 രൂപയാണ് ഇപ്പൊ വിസ സ്റ്റാമ്പിങ്ങിന് വേണ്ടത്. ആ പൈസ കമ്പനി തിരിച്ചു കൊടുക്കും. അപ്പൊ അത് ഒരു ഏകദേശം ഒരു 500 വേക്കൻസി ഉണ്ട്. പിന്നെ വെൽഡേഴ്സ്, മിഗ് ടിഗ് ഉള്ള ആൾക്കുള്ള വെൽഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പൊ വേക്കൻസി ഉണ്ട്. 46,000 രൂപയാണ് ബേസിക് സാലറി പറയുന്നത്. നമ്മൾ എന്ത് ബേസിക് പറഞ്ഞു കഴിഞ്ഞാലും മിനിമം ഗൾഫിലുള്ള 90% കമ്പനീസിൽ മിനിമം ഒരു 2% ഓവർ ടൈം കിട്ടും. ഫുഡും അക്കോമഡേഷനും ഫ്രീ ആയിരിക്കും. അപ്പൊ ഒരു 50,000 രൂപയൊക്കെ കിട്ടാൻ നാട്ടിലേക്ക് അയക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും. വെൽഡേഴ്സ്, സ്റ്റീൽ ഫിക്സേഴ്സ്, അതുപോലെ മേസിൻകാര്, അങ്ങനെ എല്ലാം കൂടി ഒരു 1000 വേക്കൻസി ഇപ്പൊ എന്റെ അടുത്ത് റിപ്പോർട്ടഡ് വേക്കൻസീസ് ഉണ്ട്. മേസിൻ, സ്റ്റീൽ ഫിക്സർ, ഞാൻ പറഞ്ഞത് എല്ലാം ടെക്നിക്കൽ സ്കില്ലാണ്. ഓഫീസ് ജോബിന് ഉള്ള ആൾക്കാർ എന്റെ അടുത്ത് വളരെ കുറവാണ്. ഇപ്പൊ സാറേ ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞ മോനാണ്, അക്കൗണ്ടന്റ് ആയിട്ട് വിടുന്നു പറഞ്ഞാൽ ആസ് ഓഫ് നൗ എന്റെ വേക്കൻസീസ് ഇല്ല. പിന്നെ ഇടയ്ക്ക് ഒരു കാഷ്യറിന്റെ ഒക്കെ ഒരു ജോബ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ അത് ചോദിക്കാം ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇങ്ങനെ അക്കൗണ്ട്സ് ഒക്കെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞാണ്. പക്ഷെ അവനിപ്പോ വിസ അടിക്കാൻ എന്തോ പ്രശ്നമുണ്ട്. കാര്യം ഇന്ത്യൻ വിസ കൂടുതലായെന്ന് പറഞ്ഞൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു വേക്കൻസി ഒക്കെ ഉള്ളൂ. അല്ലാതെ ടെക്നിക്കലി വർക്ക് ചെയ്യാൻ ഇപ്പൊ അലുമിനിയം ക്ലാഡിംഗ് ജോബ് ഒക്കെ ആയിരിക്കും, ആ സൈറ്റിലൊക്കെ പോയി വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ ഏകദേശം 1000-ഓളം വേക്കൻസീസ് ഇപ്പൊ ഉണ്ട്. നമുക്ക് 1000 നോക്കേണ്ട 5-10 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതാണ് ഇപ്പോഴത്തെ ഉള്ള ജോബ് വേക്കൻസീസ്. പിന്നെ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള കോഴ്സുകൾ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഹോം കെയർ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലും നമുക്ക് ഏജൻസീസ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉള്ള കോഴ്സ് നമ്മൾ കൊടുക്കും. ഇപ്പൊ ആ ഏജൻസിയിൽ പോയി അവിടെ പൈസ കൊടുത്താൽ പോലും അവര് ഞങ്ങളുടെ അടുത്ത് ട്രെയിനിങ്ങിനെ വിടുന്നത്. അപ്പൊ ഞങ്ങള് മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ഇവരെ ഹോം കെയറിലേക്ക് വിടുന്നത്. അപ്പൊ അങ്ങനെ പുറത്തു പോകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യും. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളൊരു റിക്രൂട്ട്മെന്റ് കമ്പനി അല്ല. ഞങ്ങൾ പൈസ വാങ്ങുന്നുമില്ല. ഞങ്ങളൊരു റിക്രൂട്ട്മെന്റ് ഏജന്റ് അല്ല. അപ്പൊ നാളെ ഇതിന്റേതായ ഒരു തലവേദനകൾ എടുക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു റിക്രൂട്ട്മെന്റ് കമ്പനിയായിട്ടാണ്. അപ്പൊ ഈ പറഞ്ഞ സർവീസ് ചാർജസ് ഒക്കെ വാങ്ങുന്നത് ആ കമ്പനികൾ നേരിട്ടായിരിക്കും. എനിക്ക് അതിനകത്ത് കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്റെ ആകെ ഒരു ഉദ്ദേശം വെച്ചാൽ നമ്മുടെ മാക്സിമം കുട്ടികളെ വിദേശത്ത് ജോലിക്ക് വിടുക എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ പഠിപ്പിക്കുന്നതിന് ഞങ്ങൾ ട്രെയിനിങ് ഫീസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു വാങ്ങും. ആ ട്രെയിനിങ് ഫീസ് മാത്രമേ ഞങ്ങൾ വാങ്ങുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളിപ്പം നമ്മുടെ അടുത്ത് വരുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിനെ കണക്ട് ചെയ്യും. ഞങ്ങൾ ത്രൂ പോകുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90% കേസിലും, ചില സമയത്തൊക്കെ നമ്മുടെ പണി പാളിയിട്ടുണ്ട്, 90% കേസിലും നമ്മുടെ കുട്ടികൾക്ക് വിസയും ടിക്കറ്റും വന്നതിന് ശേഷം മാത്രം പൈസ കൊടുത്താൽ മതി. അതിനുശേഷം മാത്രം ജോലിക്ക് കയറി പോയാൽ മതി. അല്ലാതെ നേരത്തെ പലപ്പോഴും അറിയാലോ, ഈ ജോലിക്കൊക്കെ വേണ്ടി ഒരുപാട് പൈസ വാങ്ങി പറ്റിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. 50,000 1 ലക്ഷം ഒക്കെ ആദ്യമേ വാങ്ങും, പിന്നെ കുറെ നാൾ ചുറ്റിക്കും, ചിലപ്പോൾ 25,000 30,000 ഒക്കെ തിരിച്ചു കൊടുക്കും. അപ്പൊ ആ ഒരു പരിപാടി 90% കേസിൽ നമ്മൾ പിടിക്കാറില്ല. ഇൻ കേസ് ആരെങ്കിലൊക്കെ അങ്ങനെ അഡ്വാൻസ് ചോദിക്കുന്ന കേസുകളാണ് നമുക്കും നല്ലതാണെന്ന് തോന്നിയ ക്ലയൻസിനോട് പറയും, അതായത് കുട്ടികളോട് പറയും, നിങ്ങൾ പോയി അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യം മാത്രം കൊടുത്താൽ മതി. S4 അക്കാദമി പറഞ്ഞുകൊണ്ട് നിങ്ങളോട് കാശ് കൊടുക്കണമെന്ന് പറയും. കാര്യം ആ ഒരു തലവേദന എടുക്കാൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഏകദേശം പിന്നെ വേറെ എന്തൊക്കെയാണ് വേക്കൻസി വരുന്നത്? നമ്മളിപ്പോ ഈ വെൽഡിങ്ങും ഇതും അല്ലാതെ വേറെ ഇപ്പൊ ടെക്നിക്കലായിട്ട് ഇപ്പൊ CNC മിഷന്റെയോ അല്ലെങ്കിൽ ലൈക്ക് ഇപ്പം സാറ് പറഞ്ഞ അക്കൗണ്ടന്റ് എന്തോ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അതല്ലാതെ ഈ ടെക്നിക്കൽ ഇപ്പം വെൽഡിങ്ങും ഇതും അല്ലാതെ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള വേക്കൻസികളുണ്ട്? ഞാനിപ്പോ ആക്ച്വലി ദുബായ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ലീവിന് വന്നതാണ്. അപ്പൊ ഞാനിത് അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇപ്പൊ CNC ഞാൻ പറഞ്ഞ ദുബായിൽ അത്യാവശ്യം വേക്കൻസീസ് ഉള്ള ഫീൽഡാണ് CNC മിഷനിൽ പ്രോഗ്രാമിംഗും ഡിസൈനിങ്ങും. CNC അതിപ്പോ സാർ ഒരുപാട് ഓൾറെഡി പറഞ്ഞ ഇപ്പൊ യൂറോപ്പ്. ഓക്കെ. പറഞ്ഞോളൂ. അപ്പൊ നമ്മൾ യൂറോപ്പിലോട്ട് ഞാൻ ഒരുപാട് നോക്കിയതാണ്. അപ്പൊ നോക്കുമ്പോഴും അവർ പറയുന്നത് ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവേഴ്സിന് CNC മിഷനിൽ ഇപ്പൊ ആസ് എ നേഴ്സിന് കിട്ടുന്നതിൽ കൂടുതൽ സാലറി അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. എന്റെ സുഹൃത്തുക്കൾ പോയവരുണ്ട്. ഇപ്പം ടൂൾ മേക്കിംഗ് കഴിഞ്ഞിട്ട് പോയവർ ടൂൾ മേക്കർ ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നവര് അത്യാവശ്യം നല്ല സാലറി മേടിക്കുന്നവരെ എനിക്കറിയാം. കൂടെ വന്ന് വൈഫായിരിക്കും കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പം അവരെക്കാളും കൂടുതൽ സാലറി ഏൺ ചെയ്യുന്നവരുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടൊന്ന് എത്തിപ്പെടാൻ പറ്റുന്നത്? അതാണ് എല്ലാവരുടെയും ഒരു കൺഫ്യൂഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. സാർ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ വേക്കൻസി അല്ലാതെ എന്റെ അറിവില്, കാര്യം ചൊല്ലി ഞാൻ പറഞ്ഞു, ഞാനൊരു കരിയർ ഗുരുവോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഞാൻ എപ്പോഴും സംസാരിക്കുന്ന എന്റെ ഒരു ആംഗിളിൽ നിന്നാണ് ഞാൻ എപ്പോഴും സംസാരിക്കുന്നത്. ഞാൻ എന്റെ അടുത്ത് വരുന്നതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് പിന്നെ വരുന്നത് CNC ഓപ്പറേറ്റേഴ്സ് വരാറുണ്ട്. ഇപ്പൊ ഞങ്ങള് CIA എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. CIA അതൊരു 125 വർഷം പഴക്കമുള്ള ഒരു NGO ഓർഗനൈസേഷൻ ആണ്. അവർ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുടെ മോളെ തന്നെ CNC ഓപ്പറേറ്റർ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നല്ല സാലറി കിട്ടുന്നത് നെതർലാൻഡ്സിലോ മറ്റാണ് അവർ വർക്ക് ചെയ്യുന്നത്. അത് പക്ഷെ കമ്പാരിറ്റീവ്ലി ചാൻസസ് കുറവാണ്. പിന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള ഒരു മേഖല ഏതാണെന്ന് അറിയാം? പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഡ്രൈവർ കാറ്റഗറിയാണ്. ഇപ്പം പുറത്തു പോകാൻ പറ്റുകയാണ്, അവിടെ പോയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുകയാണെങ്കിൽ വാൾമാർട്ട് കൊടുക്കുന്നത് 1 CR ആണ് ഒരു വർഷത്തേക്ക് സാലറി. ആരും വിശ്വസിക്കൂല, 1 കോടി രൂപയാണ് ഒരു വർഷത്തെ സാലറി വാൾമാർട്ട് കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ പോലെ ലോക്കൽ കൂതറ ഡ്രൈവർമാരല്ല കേട്ടോ. ഇവിടുത്തെ ഡ്രൈവറുടെ സ്വഭാവം അറിയാലോ, അവിടെ കൊണ്ട് വണ്ടി ഇടും, ഇനി ഇറക്കണമെങ്കിൽ ഇറക്കിക്കോ, എടുക്കണമെങ്കിൽ എടുത്തോ, വിദ്യാഭ്യാസം ഉണ്ടാവില്ല, 2 പുകയും വലിച്ചു നിൽക്കുന്ന ഡ്രൈവർമാരല്ല. വിദേശ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാല് അത് നിങ്ങൾക്ക് എത്ര പറഞ്ഞാൽ മനസ്സിലാവുന്നതാണോടാ, ഒരു വണ്ടിയുടെ ക്യാബിൻ എന്ന് പറഞ്ഞാൽ അതൊരു മിനി ഓഫീസാണ്. അപ്പൊ നിങ്ങളുടെ വലിയൊരു വണ്ടി ഉണ്ടാവും, ട്രക്ക് ഉണ്ടാവും. ഈ ട്രക്ക് ഓടിച്ച് ഒരു വെയർ ഹൗസിൽ ചെന്ന് കഴിഞ്ഞാല് അവിടേക്ക് ഇറക്കേണ്ട സാധനത്തിന്റെ ബില്ല് ഈ ഡ്രൈവർ പ്രിപ്പയർ ചെയ്യണം. ടൈപ്പ് ചെയ്ത് പ്രിന്റർ അടക്കം വണ്ടിയുടെ അകത്തുണ്ടാവും. അതിനകത്ത് കിടക്കാനുള്ള സൗകര്യം ഉണ്ടാവും, ഫുഡ് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാവും, AC ക്യാബിൻസ് ആയിരിക്കും. അതിൽ നിന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് ഇൻവോയ്സ് എടുത്ത് അവിടെ കൊണ്ടുകൊടുത്ത് ആ മെറ്റീരിയൽ അവിടെ ഓഫ്ലോഡ് ചെയ്യുക. അവിടെ നിന്ന് എന്തെങ്കിലും കയറാണ്ടെങ്കിൽ അതിന്റെ ഇൻവോയ്സ് എടുക്കാം. സോ ഹി വിൽ വർക്ക് ആസ് എ സെയിം ആസ് ആൻ ഓഫീസർ. ഞങ്ങളുടെ സ്റ്റാഫിന്റെ മകൻ വൈഫ് അവിടെ പഠിക്കാൻ പോയി, അവൻ ഡിപെൻഡന്റ് വിസയിൽ പോയി. അവൻ ഇവിടുന്ന് പോകും, അവൻ ഇവിടെ ഫാബ്രിക്കേറ്ററാ. അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വേറെ ഒരു ജോലിയിൽ ഫോക്കസ് ചെയ്യില്ല, എനിക്ക് ഡ്രൈവ് ചെയ്യണം. അവൻ കാനഡയിലാണ് പോയത്. കാനഡയിൽ ആദ്യം ചെന്നത് 2-3 അറ്റംപ്റ്റിൽ അവൻ ട്രക്ക് ലൈസൻസ് എടുത്തു. നൗ ഹീസ് റണ്ണിങ് കാനഡയിൽ നിന്ന് US വണ്ടി ഓടിക്കുന്നത്, മേക്കിംഗ് ഹ്യൂജ് മണി, ഹ്യൂജ്. അതെ. അതിപ്പോ നമ്മുടെ കേരളത്തിൽ ആക്ച്വലി കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് കൊല്ലത്താണോ ആലപ്പുഴയിലാണോ എനിക്ക് ഓർമ്മയില്ല, ഒരു ഇന്റർവ്യൂ നടന്നായിരുന്നു. അവിടുന്ന് ഡയറക്റ്റ് ആൾക്കാർ വന്ന് നമ്മുടെ ഇന്ത്യയിൽ ഹെവി ലൈസൻസ് ഉള്ള, മീൻസ് കേരളത്തില് ഹെവി ലൈസൻസ് ഉള്ള ആൾക്കാരെ കണ്ടക്ട് ചെയ്ത് അതിൽ സെലക്ട് ആയി പോയതിൽ എന്റെ ഒരു സുഹൃത്തും സെലക്ട് ആയി പോയിട്ടുണ്ട്. അവൻ ഓൾറെഡി അങ്ങ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ അവർക്ക് ഓൾമോസ്റ്റ് നമ്മുടെ കേരള ലൈസൻസ്, ഹെവി ലൈസൻസ് വേണം. അത് വേറെ ഒരു കണ്ടീഷനും ഇല്ല.
അവരുടെ കുറച്ച് ടെസ്റ്റുകൾ മാത്രം, അത് നോർമൽ ടെസ്റ്റുകളാണ്. അങ്ങനെ കയറിപ്പോയവരുണ്ട്, നല്ല സാലറി എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഹെവി ലൈസൻസ് ഉള്ളവർ അങ്ങോട്ട് പോയാൽ കുറച്ചുകൂടെ ഒരു ഈസി ഇതായിരിക്കും, ആയിരിക്കും. എനിക്ക് ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം അവരെ അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല. അവിടുത്തെ കുറെ പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ അവനോട് ചോദിച്ചു പറഞ്ഞ അവിടുത്തെ പാർക്കിങ്ങും കാര്യങ്ങളും നമ്മുടെ ഇവിടുത്തെ പോലെ ചുമ്മാ വട്ടം വളച്ചിടാനൊന്നും പറ്റില്ല. കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ പോയവർക്ക് ഒരു നല്ല സ്ഥലത്ത് എത്തിപ്പെട്ടവരും ഉണ്ട് കേട്ടോ. ശരിയാണ്. അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് കാണുന്ന പല വിഭാഗങ്ങൾക്കും നല്ല സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ പറഞ്ഞ പോലെ വെൽഡിങ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ, ഇലക്ട്രിക്കൽ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോക്കാവുന്ന ഒരു ഡ്രൈവിംഗ് ഫീൽഡാണ്. പിന്നെ നഴ്സസിൽ എന്തായാലും ചാൻസസ് ഉണ്ട്. ഇപ്പൊ കുറച്ച് ഡള്ളാണ് മാർക്കറ്റ്. എന്നാലും ഏജ് കെയർ ഫെസിലിറ്റിയിലൊക്കെ ഒരുപാട് വാക്കൻസീസ് വരുന്നുണ്ട്. ഏജ് കെയർ, വയസ്സായ ആൾക്കാരെ നോക്കുന്നത് കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് പണിയൊക്കെ, പക്ഷെ എന്നാലും ഒരുപാട് ചാൻസസ് വരുന്നുണ്ട്. പിന്നെ സിവിൽ മേഖലയിൽ, കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരുപാട് ജോലി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ ഞാനത് അത്രയും റെക്കമെൻഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ മേഖല എപ്പോഴും ജോബ് ഭയങ്കര ടഫാണ്, സാലറി ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ കൺസ്ട്രക്ഷൻ മേഖല അത്ര അങ്ങോട്ട് ഞാൻ ഫോഴ്സ് ചെയ്ത് പറയാത്തത്. കാര്യം നമുക്കറിയാം, ഒരു ബിൽഡിങ്ങിന്റെ ഉള്ള വെയിലും ചൂടൊക്കെ കണ്ടിട്ടാണ് ഒരു കൺസ്ട്രക്ഷന്റെ ആള് അത് പണിതെടുക്കാം. അതിൽ AC പിടിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ അവന് ഒരു ചാൻസും ഇല്ല, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവർ ആ വീട്ടിലൊന്ന് കയറി പാർക്കാറാകുമ്പോൾ അവർ അവിടെ നിന്ന് പുറത്താണ്. ഇലക്ട്രീഷ്യൻസ് പിന്നെയും കുറച്ചാൾ കഴിഞ്ഞ് വയറൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അല്ല, ദുബായ് പോലുള്ള സ്ഥലത്ത് നമ്മുടെ GCC കൺട്രീസിൽ കൺസ്ട്രക്ഷൻ ഫീൽഡ്, ഇലക്ട്രീഷ്യൻ ഫീൽഡ് ആണെങ്കിൽ പോലും അവർ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്താണ് ജോലി ചെയ്യുന്നത്. സാലറിക്കും ബേസിക്കലി സാലറിയും കുറവായിരിക്കും. നല്ല സ്ട്രഗിൾ ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. സാറിന്റെ ശരിയാണ്. പേരെന്താണ്? ഈ സാറിന്റെ പേരെന്താ? എന്റെ പേര് ടിനു. ടിനു, എവിടെയാണ് സ്ഥലം? ഞാൻ കോട്ടയം ശരി ശരി. മണർകാട്. ക്യാമറ ഒന്ന് ഓണാക്കാമോ? എല്ലാവർക്കും ഒന്ന് പരിചയമുള്ള ഒരാളെ വന്നിട്ട്, പേരും ഇല്ല, ഷുവർ അതുകൊണ്ടാണ് കേട്ടോ. ശരി, താങ്ക് യു. അത് ഞാൻ വെളിയിൽ പുറത്തിരുന്നോണ്ടാണ് ഇറ്റ്സ് ഞാൻ ഓക്കെ, ഓഫ് ആക്കി കുഴപ്പമില്ല വെച്ചത്. കുഴപ്പമില്ല. താങ്ക് യു. പറഞ്ഞോളൂ സർ, ചോദിച്ചോളൂ. ഇനി വേറെ ആർക്കെങ്കിലും അല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞ ശരി പറഞ്ഞോളൂ. ശരി, കറക്റ്റ്. അല്ല, സാറ് ഞാനൊരു പറഞ്ഞ അനുഭവം കാര്യങ്ങൾ പറയാം. ഞാനിവിടെ വന്നിട്ടേ, പിന്നെ ഇപ്പൊ മോൾക്ക് വണ്ടി വന്നു, പുതിയ വണ്ടി വന്നപ്പം അവര് ഇപ്പൊ ജോലി സ്വന്തം ചെയ്യണ പറഞ്ഞാൽ അവരുടെ കഴിവ് പറയാ. വണ്ടി വന്ന് വണ്ടി ഇവിടെ ഇറക്കി എല്ലാം സെറ്റ് ചെയ്ത് നമ്മളെ ടെസ്റ്റ് ഡ്രൈവിന് അവര് ഒപ്പം കൊണ്ടുപോയി. ഇത് കൊണ്ടുവരുമ്പോ ആ വലിയ വണ്ടിയിൽ ഒരൊറ്റ ആളുള്ളൂ, എല്ലാം ചെയ്യുന്ന ആ ഒരൊറ്റ വ്യക്തിയാണ്. ആണ്. യുകെയില് അതാ പറഞ്ഞ വണ്ടി യുകെയിലല്ലേ? കൊണ്ടുവന്ന് എല്ലാം അവർ, നമ്മളൊന്നും അറിയണ്ട, അവരെല്ലാം. നമ്മൾക്കാണെങ്കിൽ ഒരു വണ്ടി വരുമ്പോഴേക്ക് എത്ര ആള് വേണം, ഇത് വലിയ വണ്ടിയിൽ അവര് കുറെ വണ്ടികളുണ്ട്, അത് നിർത്തി അവരെന്നെ വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് നമ്മളെ ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോയി തൃപ്തിയാക്കിയിട്ടേ അവർ തിരിച്ചു പോവുള്ളൂ. ഒരു 1 CR സാലറി ഉണ്ടാവും ഒരു വർഷം. ആൾക്കൊരു 1 CR സാലറി ഉണ്ടാവുന്നു. ഒരു അത് വർഷം. അത്രയും കഴിവ് ഒരു അയാൾക്കില്ലേ, കോടി. അതുകൊണ്ടേ അതാണ് കണ്ടോ. അത്രയും ഏബിൾ അല്ലേ അയാൾ. അതാ മോളും മോനും യാ, പറഞ്ഞത് ഇവിടെ വന്നപ്പോ, എന്റെ അമ്മ അത്ഭുതമാണ് കാര്യം എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് അത്ര ഏബിൾ ഞാൻ അത് ആയാലാണ് പറഞ്ഞപ്പോ ഒരു അനുഭവം പറഞ്ഞ, അവര് പറഞ്ഞൊരു സത്യം. കാര്യം പറഞ്ഞതാണ് ഇവിടെ. അതെ അതെ. പ്രീതി ടീച്ചർക്ക് പരിചയമില്ലാത്തവർക്ക് വേണ്ടി പറയാണ്, പ്രീതി ടീച്ചർ യുകെയിലാണ് ഉള്ളത്. ഇപ്പൊ മോളുടെ അടുത്ത് പോയതാണ്. അവിടെ ചെന്ന് ഒരു മാസം ആയിട്ടുള്ളൂ അല്ലേ? ഒരു അവിടെ മാസം ആവുന്നേ ചെന്നപ്പോ ഉള്ളൂ. നമ്മൾ കണ്ട ഒരു എക്സ്പീരിയൻസ് ആ ഒരു പറഞ്ഞതാണ്. അനുഭവം ഇത് പറഞ്ഞപ്പോ ഞാൻ ഷെയർ ചെയ്തതാണ്. അതെ അത്രേ അതെ, ഉള്ളൂ. സന്തോഷം ടീച്ചറെ. ഇവിടെ വെയിൽ താങ്ക് യു. വരുമ്പോ നല്ല വെയിലാ, നല്ല ഒരു പൊള്ളുന്ന വെയിലാണ് വെയിൽ വരുന്ന സമയത്ത്. ഇപ്പം ഓക്കെ. ഇപ്പൊ വെയിൽ സമയമാണ് അവിടെ. എന്റെ ഫ്രണ്ടൊക്കെ അവിടെ ഉണ്ട്. ഇപ്പൊ വെയിലുണ്ട്. പിന്നെ ജസ്റ്റ് വെയിലാണ് ഇവിടെ. പുറത്ത് പക്ഷെ 7 ഡിഗ്രിയാണ് ഇപ്പൊ ഇന്ന്. അങ്ങനെ വെയിൽ വരുമ്പോ നല്ല ചൂടാ. ഓക്കെ, ഒരു കാര്യം കൂടി ഓസ്റ്റിൻ സാറിന്റെ മുമ്പിൽ ഒന്ന് പറഞ്ഞോട്ടെ. ഞങ്ങൾ ഇത്ര താല്പര്യത്തോടു കൂടി വി ബെസ്റ്റ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇമ്മീഡിയറ്റ് ആയിട്ട് വെക്കാൻ കാരണം സാറ് പറഞ്ഞ ഈ 500 വേക്കൻസിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മുടെ പാരന്റ്സ് അനുഭവിക്കുന്ന വല്ലാത്തൊരവസ്ഥയുണ്ട്. പഠിത്തം കഴിഞ്ഞ് വെറുതെ നിൽക്കുമ്പോൾ ആ കുട്ടികൾക്ക് തോന്നാവുന്ന കാര്യങ്ങൾ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് ഒരു അവസരവും കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയണില്ലേ. പഠിക്കാൻ പറഞ്ഞത് നമ്മളാണ്, അവനെ വിട്ടതും പഠിപ്പിച്ചതും നമ്മളാണ്. എന്നിട്ട് അവനൊരു ജോലി മേടിച്ചു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ വിവിധമായ കൂട്ടുകെട്ടുകളിൽ പോയിട്ട് പെടുന്ന പെടലുകൾ നിങ്ങൾക്കറിയാം. ഇവിടെ കേരളത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ആ ഒരു കുഞ്ഞിനെയെങ്കിലും നമുക്ക് ഇന്നത്തെ സെഷൻ വഴി രക്ഷപ്പെടുത്താൻ, കുഞ്ഞിനെ അല്ല കുടുംബത്തെ മുഴുവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാലോ എന്നോർത്തിട്ടാണ് വി ബെസ്റ്റ് ഇങ്ങനെ ഒരു
സെഷൻ വെച്ചത്. ഇപ്പൊ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാനിപ്പോ മൂന്നാർ ആയതുകൊണ്ടും എനിക്ക് മെന്ററിങ്ങിന് വരുന്നത് കൊണ്ടും അവരെല്ലാവരും എന്നോട് ചോദിക്കുന്ന ചോദ്യം ഇതാ, പൈസ വേണമെങ്കിൽ അങ്ങോട്ട് തരാം, ഇവനെ ഒന്ന് നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്നൊന്ന് മാറ്റി നിർത്താൻ, സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്താൻ കഴിയുമെന്നാ ചോദിക്കണേ. അതിനേക്കാൾ അതുപോലെ തന്നെ അവന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോ സാറ് പറഞ്ഞത്. അവന് ഒരു 2 ആഴ്ചത്തെ പരിശീലനത്തിന് വേണ്ടി, നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈസ ഇല്ലെങ്കിൽ, നിങ്ങൾ അങ്ങനെ കിട്ടുന്ന ഒരു വിധത്തിലും പൈസ ഇല്ല, സാമ്പത്തികമായിട്ട് 55,000 രൂപ കൊടുക്കാനോ ഇവിടെ ഫീസ് കൊടുക്കാനോ കഴിയില്ല എങ്കിൽ അതും പറഞ്ഞോളൂ. ആ ഒരു കുടുംബം രക്ഷപ്പെടുന്ന കാര്യമാണ്. എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന് അറിയാലോ. കാരണം വെച്ചാൽ അവരെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ ഒന്നും നമുക്ക് വീട്ടിൽ ഇങ്ങനെ കുറെ നാള് വെറുതെ ഇരുത്താനോ ഒരു ജോലി ഇല്ലാതെ നടത്താനോ പറ്റില്ല. അവർ ഏതെങ്കിലും കാര്യത്തിൽ പെട്ടുപോകും. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവരെ രക്ഷിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിനെ കാണണം എന്നുള്ളത് കൊണ്ടാണ് വി ബെസ്റ്റ് ഇങ്ങനെ ഒരു സെഷൻ ചെയ്യാൻ കാരണം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഓപ്പർച്യൂണിറ്റി അല്ലാതെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഒരു വിധത്തിലും അവര് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ഒത്തഴിയുന്നുണ്ടെങ്കിൽ പറ്റും. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എൻ്റെ ഏറ്റവും അടുത്ത ഒരു ഇപ്പൊ പുതിയ 5 പേരെ കൊന്ന കൊല കണ്ടിട്ട് അവൻ കഴിഞ്ഞ ദിവസം വീണ്ടും കത്തിയെടുത്തു. ഒരു 4 വർഷമായിട്ട് ട്രീറ്റ്മെന്റിലാണ്. ഒരു വിധത്തിൽ അപ്പനും അമ്മയും പോയി വാടകയ്ക്ക് താമസിക്കുകയാണ്. ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് ഈ പരിപാടി. തുടങ്ങിയതിന് ശേഷം ഹോസ്പിറ്റലാക്കി തിരിച്ചു ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. എല്ലാ ദിവസവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ വാതിക്കെ കൊണ്ടേ വെക്കും, അവൻ കഴിക്കും. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോഴേക്കും അവൻ ഒരുവിധം റെഡിയായി. കഴിഞ്ഞ ദിവസം പെട്ടെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ വിളിച്ച് പറയാണ്, അവൻ ആ കഴിഞ്ഞ ദിവസം ഉണ്ടായ 5 പേരെ കൊന്ന പയ്യന്റെ കഥ കേട്ട് അവൻ വീണ്ടും ട്രിഗറായി. അവൻ പറയണ ഒരു കത്തി ശരിയാക്കി വെക്കണം, ഇതിനു വേണ്ടിയിട്ടാണ് അപ്പനും അമ്മേനെയും കൊല്ലാനായിട്ട് ഒരു കത്തി ശരിയാക്കി വെക്കണം. അല്ലെ കുഴപ്പമില്ല, ഇവിടെയുള്ള ഒരു കത്തി തന്നെ ഞാൻ ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം, എനിക്കിപ്പോ ഒരു മോട്ടിവേഷനൊക്കെ ആയി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇവനെ ഓസിൽ സാറിനെ ഏൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അവന്, കാരണം ഒന്നുകൂടി ഒന്ന് ലെവലായിട്ട് വേണം അവനൊന്ന് ഏൽപ്പിക്കാൻ. അതുപോലെ പോകുന്നതിന് മുമ്പ് ഒരുപാട് ചാൻസ് ഉണ്ട്. ഒരു പ്രാവശ്യം ഒരു കേസ് എന്തെങ്കിലും പാസ്പോർട്ട് അല്ലേ പ്രശ്നമുള്ളൂ അല്ലെ, വെരിഫിക്കേഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ചെറിയൊരു കാര്യത്തിലൊക്കെ ആണെങ്കിൽ പോലീസൊക്കെ സഹായിക്കുമോ സാറേ? അല്ല, പക്ഷെ നമുക്ക് ഇവരൊക്കെ കയറ്റിവിട്ട് നമുക്കിട്ട് പണിയാക്കാൻ. അല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത്, അതിലേക്ക് പോകാന്നുള്ളത്. പോകാനുള്ളവരെ ഇവിടെ കാര്യം പലപ്പോഴും ഈ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ അത്രയും സുഖകരം എന്നല്ല അവിടുത്തെ ഗൾഫ് ജീവിതം എന്നൊക്കെ പറയുന്നത്. അല്ല, എന്താ പറയാ, ഞാനൊക്കെ കഷ്ടപ്പാടിന്റെ ഒക്കെ അഗ്നിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഗൾഫ് നമ്മുടെ നാട് വെച്ച് നോക്കുമ്പോ ഇറ്റ്സ് ടു ടഫ്. ഇതിപ്പോ നമ്മുടെ ഇവിടെ ഒരാള് ഇപ്പൊ ഉണ്ടല്ലോ, പുള്ളി ദുബായിൽ നിന്ന് വന്നാളുണ്ടാവും. ചോദിച്ചു കഴിഞ്ഞാല് ഇത്ര ഈസി ജോബ് ഒന്നും അല്ല, അവിടെ പണിയുണ്ട്, അവര് സമയത്തിന് പോകണം. ഇന്നലെ തന്നെ ഇന്നലെ മിനിഞ്ഞാന്ന് കൊറിയൻ ലേഡി, കൊറിയയിൽ ഒരുപാട് വേക്കൻസി ഉണ്ട്, പക്ഷെ ഇവിടുന്ന് ആളെ കൊണ്ടുപോകുമ്പോൾ അവര് പറഞ്ഞ പ്രശ്നം വെച്ചാല് ഈ ആറ്റിറ്റ്യൂഡ് ആൻഡ് കൾച്ചർ പ്രോഗ്രാമാണ്. അവർ പറഞ്ഞ വെച്ചാല്, നിങ്ങൾ കേരളീസിന്റെ പോലെ അല്ലെങ്കിൽ ഇന്ത്യൻസിന്റെ പോലെ അല്ല അവിടെ ഞങ്ങൾ കൊറിയൻസ് എന്ന് പറഞ്ഞ വർക്ക് എന്ന് പറഞ്ഞാൽ 100% വർക്കാണ്. അപ്പൊ ഇതെനിക്ക് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ, ഞങ്ങൾ കൊറിയയിൽ വിട്ട പിള്ളേർ തിരിച്ച് സ്വീറ്റ്സ് ഒക്കെ കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ വന്നപ്പോ അവര് പറഞ്ഞൊരു കാര്യം നമ്മൾ ചോദിച്ചിട്ട് പറഞ്ഞല്ല, അവരല്ലാതെ പറഞ്ഞാണ്, ഓസ്റ്റിൻ സാറേ 8 മണി എന്ന് പറഞ്ഞ ജോലി എന്ന് പറഞ്ഞാൽ 8 മണിക്ക് സൈറ്റിൽ എത്താന്നുള്ളതല്ല, 8 മണിക്ക് 8:00 വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അപ്പൊ 7:50 7:45 ഈ പറഞ്ഞ കുറെ ആടയാഭരണങ്ങളൊക്കെ ഇടാണ്ടല്ലോ, കവറോളും സാധനങ്ങളൊക്കെ, അതൊക്കെ ഇട്ട് 8 മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തോളണം. അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല. അത് മാത്രമല്ല, കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വർക്ക് എന്ന് പറഞ്ഞ പ്രാന്താണ്. നമുക്ക് അവരോട് പിടിച്ചിരിക്കാൻ പറ്റില്ല എന്നാണ്. കാര്യം അത്രയും പണി കൊറിയൻസ് അവരെടുക്കുന്നുണ്ട്. ഗൾഫിലാണെങ്കിലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്താ പ്രശ്നം, ഞാൻ പലപ്പോഴും ഗൾഫിലേക്ക് കയറ്റിവിടുമ്പോ സാറി പറഞ്ഞ പോലെ ഗൾഫിലാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആറ്റിറ്റ്യൂഡോ സ്വഭാവം ഒന്നുമില്ല. ക്ഷമ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് എന്തായാലും വേണം. കാര്യം അവിടെ നമ്മൾ വേറൊരു രാജ്യത്ത് നിന്ന്, ഇപ്പൊ അത് ഗൾഫല്ല വേറെ ഏത് രാജ്യത്ത് പോയാലും, നമ്മൾ വേറെ രാജ്യത്ത് നിന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മളിവിടെ നാട്ടിൽ ഭയങ്കര സംഭവമായിരുന്നു, വലിയ ആളായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഒരു കാര്യമില്ല. അവിടെ അവരുടെ നിയമങ്ങളുണ്ട്, അവരുടെ സമയങ്ങളുണ്ട്, അതനുസരിച്ച് ഇതിൽ ഏത് നാട്ടിൽ പോയാലും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം സാറ് കൊറിയയിലെ കാര്യം, നമ്മൾ 8 മണിക്ക് ജോലി എന്ന് പറഞ്ഞാൽ 8 മണിക്ക് ജോലി സ്റ്റാർട്ട് ചെയ്യണം. 8 മണിക്ക് അതുപോലെ 8 പഞ്ച് ചെയ്യുന്നു അല്ല അവരുടെ. 8 മണിയാകുമ്പോൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. എന്താണോ നമ്മുടെ ജോലി അത് സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ. അതിനൊരു മാറ്റമില്ല. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് മാത്രല്ല, ഇവിടെ നാട്ടിൽ നോക്കിയാൽ നമ്മൾ പണിക്ക് പോകുമ്പോ 4 41
കല്യാണം, മാമോദീസ, പെരകുടിയില് തലേദിവസത്തെ പരിപാടി, ഇതിനൊക്കെ ലീവാണ്. അവിടെ ആ വക ഒരു പരിപാടിയും ഇല്ല. തിങ്കളാഴ്ച നമ്മളവിടെ പോയി തിങ്കളാഴ്ച കഴിഞ്ഞാൽ ഇതിന് തിങ്കളാഴ്ച ജോലി നാഷണൽ സ്ഥലത്തിനോട് ഹോളിഡേ ആണ്. അടുത്തായിരിക്കും. ആ പിന്നെ മറ്റേ ഹോളിഡേ 13 ഹോളിഡേ. ഓണം വിഷു വന്നാൽ 3 ദിവസം ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പലപ്പോഴും വെൽഡേഴ്സിന്റെ ഒക്കെ കാര്യം വളരെ രസകരമായ കാര്യം. ഞങ്ങളുടെ അങ്കമാലി ഒരു വെൽഡറാണ്. അപ്പൊ ആ പുള്ളീനെ കൊണ്ടു നടക്കുന്നത്, ആ മുതലാളി കൊണ്ടു നടക്കുന്നത് സത്യം പറഞ്ഞ ചിരി വരും. മുതലാളി രാവിലെ വീട്ടിൽ പോയി വെൽഡറെ കൊണ്ടുവരും, ജോലിക്ക് കൊണ്ടുപോകും. അയാൾ നല്ല സ്കില്ലുള്ള വർക്കറാണ്. വൈകുന്നേരം അയാൾ വീട്ടിൽ കൊണ്ടാക്കണേ മുമ്പ് ബിവറേജിന് മുമ്പിൽ എടുത്തൊരു ക്വാർട്ടർ മേടിച്ച് കൈ കൊടുക്കും. എല്ലാ ദിവസവും നിങ്ങളൊന്ന് മനസ്സിലാക്കണം, എല്ലാ ദിവസവും ക്വാർട്ടർ മേടിച്ച് കൈ കൊടുക്കും. അത് കഴിഞ്ഞ് ശനിയാഴ്ച ശമ്പളം കൊടുക്കില്ല, തിങ്കളാഴ്ച ശമ്പളം കൊടുക്കുള്ളൂ. തിങ്കളാഴ്ച ക്വാർട്ടറും ശമ്പളം കൊടുക്കും. ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ ഇത് എന്താ പരിപാടി? അപ്പൊ പുള്ളി പറഞ്ഞ മറുപടി ഭയങ്കര രസമാണ്. എടാ, ഞാൻ ഈ ക്വാർട്ടർ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ ബിവറേജിൽ പോകും. അവൻ മേടിക്കുമ്പോൾ ഫുള്ളാ മേടിക്കുള്ളൂ. ഫുള്ള് മേടിച്ചാൽ അത് അടിക്കും, ഫുള്ളും അടിക്കും, പിറ്റേ ദിവസം പണിക്ക് വരില്ല. ക്വാർട്ടർ അടിച്ചാൽ ആ ക്വാർട്ടർ അടിച്ച് അവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങും. ശനിയാഴ്ച കൊടുത്താൽ ഞായറാഴ്ച അവധിയാണ്. അപ്പൊ അവൻ എന്തായാലും ഫുള്ള് മേടിക്കും. അപ്പൊ ഞായറാഴ്ച അടിച്ച് തിങ്കളാഴ്ച അവൻ വരില്ല. അപ്പൊ അതുകൊണ്ട് അത്ര കഷ്ടപ്പെട്ടിട്ടാണ് സ്കില്ലുള്ള ആൾക്കാരെ നമ്മുടെ നാട്ടിൽ കൊണ്ടു നടക്കണം. ഒരു കൺസ്ട്രക്ഷൻ വേലയില് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടനാ, പുള്ളിക്ക് 1500 ശമ്പളം ഉണ്ട്, കരിങ്കൽ പണിക്കാരനാണ്. അപ്പൊ ഞാൻ വെറുതെ ഇരുന്ന് കണക്കൂട്ടി, ഇവിടെ ഓഫീസില് കോട്ടും ടൈ ഒക്കെ ഇട്ട് പോയി കിട്ടുന്നത് 15,000 രൂപ 20,000 രൂപ ശമ്പളം. 15,000 വെച്ചിട്ട് 20 ദിവസം വർക്ക് ചെയ്തതിന് 30,000 രൂപയായി. 25 ദിവസം വർക്ക് ചെയ്ത അത്രയായി 40,000 രൂപ. ഞാൻ ഇയാള് ഭയങ്കര റിച്ച് ആയിരിക്കുമല്ലോ എന്ന് വെച്ചപ്പോ പുള്ളി പറഞ്ഞേ, അതിനെങ്ങനെയാ 3 ദിവസം പണിക്കോ, ഒരു ദിവസം പണിക്കോ അടിക്കാ, പിറ്റേ ദിവസം പോവാണ്ട്, പിന്നെ ദിവസം അടി പോവാ. അപ്പൊ 3 ദിവസം പോയി കഴിഞ്ഞാൽ എന്ത് കയ്യില് ആഴ്ച ഉണ്ടാവും? പോവില്ല. അപ്പൊ അവിടെ എങ്ങനെയാണ് ഒരു ഈ പരിപാടി അവിടെ നടത്തി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരാഴ്ച കഴിയുമ്പോഴത്തേന് അത് അവര് പറയും, നീ കയറ്റുള്ളൂ. നാട്ടിൽ പൊക്കോ, നാട്ടിൽ പോയി എന്തെങ്കിലും ചെയ്താൽ മതി, ഇവിടെ ഈ കമ്പനി വർക്ക് ചെയ്യേണ്ട, പൊക്കോളാൻ പറയും. അപ്പൊ നമ്മൾ അല്ലല്ല, ഇവിടുത്തെ കുറെ ബാധ്യതകളും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടാണല്ലോ, അല്ലാത്തവർ പിടിച്ചു നിൽക്കുകയല്ല. ഇപ്പം ആ ഓപ്പൺ ആയിട്ട് സമയത്ത് പറയാൻ വന്നു പറ്റില്ല. കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നവരും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം, വല്ല ഫാമിലി കീപ്പ് ചെയ്യണം എന്നുള്ള, അല്ലാത്തവർക്ക് ഒരു രക്ഷയില്ല, ഒരു ഗൾഫും പറ്റുകയില്ല. അവരിവിടെ നിന്ന് കാണിച്ചു തിരിച്ചു പോകുള്ളൂ. അങ്ങനെ പോയ ഒത്തിരി പേരെ എനിക്ക് പരിചയമുള്ളവരുണ്ട്. ഞാൻ ഇപ്പൊ 4-5 കൊല്ലമായിട്ട് അവിടെയാണ്. എന്റെ ഓഫീസിൽ തന്നെ വരുന്നു, വന്നു 2 ആഴ്ച, നല്ല ഒരു 1.5 മാസം നിന്നു. അവർക്ക് പറ്റുകയില്ല, അവർക്ക് ഇവിടുത്തെ ഒന്നും പറ്റുകയില്ല. അപ്പൊ അവരെ പോലൊക്കെ തന്നെയായിരുന്നു നമ്മള് നാട്ടില്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചേഞ്ച് ആവുകയാണ്. അങ്ങനെ ചേഞ്ച് ആവാൻ പറ്റുന്നവരൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എവിടെ പോയാലും, അല്ല പറ്റുകയില്ല. ഓക്കെ സാർ. അശ്വിൻ സാറേ, സാറിന്റെ ഏത് നമ്പറാണ്, അല്ലെങ്കിൽ ഓഫീസ് നമ്പറാണ്, ഏതാണ് കൊടുക്കേണ്ടത്? ഞാനിപ്പം എന്റെ നമ്പർ ഞാൻ തരാം. ഞാനിപ്പോ ഓൾറെഡി ജിൻസിയുടെ നമ്പർ ഇട്ടിട്ടുണ്ട്. അത് ഏതാ നമ്പർ? സാറിന്റെ 860 ആണോ? 86068213335 ആണോ? 9526 അതാണ് സാറിന്റെ കൊടുക്കേണ്ടത് അല്ലേ? ആ. ജിൻസിയുടെ നമ്പർ ആദ്യത്തേതായിട്ട് കൊടുക്കട്ടെ. സാർ പറഞ്ഞ ജിൻസിയുടെ നമ്പർ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് സാറേ. ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എന്തായാലും അശ്വിൻ സാറിന്റെ നമ്പർ ഇട്ടോട്ടെ, ഗ്രൂപ്പിൽ ഇട്ടോട്ടെ. പുതിയതായിട്ട് കുറച്ചധികം പേരുണ്ട്. ഓക്കെ, ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഓസ്റ്റിൻ സാറിന്റെ നമ്പർ 95. നമ്പർ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓ സോറി, അതാണ് ആദ്യത്തെ നമ്പർ ജിൻസി. ഓക്കെ ഫൈൻ. 90. ജിൻസി എന്ന് പറയുന്നത് അവിടുത്തെ ഓഫീസിൽ സാറിനെ ഹെൽപ്പ് ചെയ്യുന്ന മാഡം ആണ്. വളരെ നല്ലൊരു സ്ത്രീയാണ്, എനിക്കും പരിചയമുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ 5-6 വർഷം അല്ലെങ്കിൽ 8 വർഷം ആയെന്നൊന്ന്, കണക്ക് തെറ്റിയതായിരിക്കും. അത്രയും വർഷമായിട്ട് വിവരം അവിടെ ഉണ്ട്. ഞാൻ വന്ന കാലം തൊട്ട് ജിൻസി ഉണ്ടല്ലേ സാറേ? ഉണ്ട്. അപ്പൊ 9072572998 നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൊടുക്കുക. ഓസ്റ്റിൻ സാറിന്റെ ഈ സെഷനിൽ എന്നാന്ന് പറയാം. എന്നിട്ട് അവർ വേണ്ട സപ്പോർട്ട് നിങ്ങൾക്ക് തരും. ഞാൻ ഇന്ന് വരെ അവിടത്തേക്ക് ഒരാളെ പറഞ്ഞു വിട്ടിട്ട് ഒരു വിഷമവും അവരുടെ ഓഫീസിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അവരെല്ലാരും തിരിച്ച് ഇറങ്ങിയിട്ട്, സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സാറേ ഞങ്ങൾക്ക് പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ ഓഫീസും ഇവിടെയുള്ള ആളുകളെയും ഞങ്ങൾ മറക്കില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഏത് സഹായത്തിനും വിളിക്കാം. അവരെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ കഴിയുമെന്ന് പറയും, പറ്റില്ല എങ്കിൽ പറ്റില്ല എന്നും പറയും. അതാണ് ഈ ഓഫീസിന്റെ ഒരു രക്ഷയില്ല. അല്ലാതെ നോക്കട്ടെ, ഒരു 1000 രൂപ അവിടെ അടക്കൂ, രജിസ്റ്റർ ചെയ്യൂ, അത് പരിപാടി ഒന്നും എക്സ്പയറിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണം. അങ്ങനെ തന്നെയല്ലേ സാറേ? അങ്ങനെ തന്നെയാണ് നമുക്ക് പറ്റാവുന്ന. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഒരു കുട്ടികളുടെയും കൂടി ഒരു സംഭവം ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്. ഇപ്പൊ നമ്മുടെ എക്സ്പോറിൽ പഠിച്ച എല്ലാ പിള്ളേരും രക്ഷപ്പെടുന്ന വെച്ചില്ല. ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ വരണം, ഇന്റർവ്യൂ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ അടുത്തതിന് കൃത്യമായിട്ട് വരണം. അതൊക്കെ നമുക്ക് ഇപ്പൊ എല്ലാ ഇന്റർവ്യൂവിലും എല്ലാവരും പാസ്സായിക്കൊള്ളില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മിക്കവാറും എല്ലാ ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ പാസ്സാവുന്നുണ്ട്. കാര്യം ക്ലയന്റിനും ആൾക്കാർ ആവശ്യമുണ്ട്. എനിക്ക്
ദുബായിൽ നിന്നുള്ള ഒരു ഷാർജയിൽ നിന്നുള്ള സാറ് കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോ എന്നോട് പറഞ്ഞു, ഓസ്ട്രേലിയ എന്റെ കയ്യിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ നീ വിസയെ കൊണ്ട് പൊക്കോളെ പറഞ്ഞു. ഇപ്പോഴും പുള്ളി എന്നെ പാസ്പോർട്ട് ഫോളോ അപ്പ് കൊടുത്തിട്ട് ചെയ്തോണ്ടിരിക്കും. അതായത് പാസ്പോർട്ട് അവിടുന്ന് കോപ്പി. പാസ്പോർട്ട് കോപ്പി നീ കൊണ്ടിട്ടുണ്ടെങ്കിൽ നീ ഇപ്പൊ തന്നോ വിസയും കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു എന്നോട്. അപ്പൊ അയാൾക്കും അലുമിനിയം ഫാബ്രിക്കേഷനിലെ ആളെ ആവശ്യമുണ്ട്. IT കഴിഞ്ഞ 1250 ദിർഹംസാണ് ശമ്പളം. അയാളുടെ കൊച്ചിക്കാരനാണ്. എന്റെ ഒരു 10-12 പിള്ളേരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പിള്ളേര് നന്നായിട്ട് നിന്നുകൊണ്ട് നമ്മളോടൊരു കോൺഫിഡൻസിൽ പറയുന്നതാണ്, നീ ഇന്റർവ്യൂ എടുത്ത് വിട്ടാൽ മതി എന്ന് പറയുന്ന അങ്ങനെയുള്ള ക്ലയൻസ് നമുക്കുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ കരിയർ ഗൈഡൻസ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ പരീക്ഷ സാറോട് ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് വേറെ കോഴ്സുകളെ പറ്റിയൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും പറയുമ്പോ ഞാനൊരു കരിയർ ഗുരു അല്ല, പക്ഷെ എന്റെ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനേ എനിക്ക് പറ്റുള്ളൂ. ഓക്കെ, എന്തോ ഫരീദുൻ സാറിന് ഒരു എക്സ്പീരിയൻസ് പറയാനുണ്ടെന്ന് തോന്നുന്നു, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അടിപൊളി സെഷൻ. ഓസ്റ്റിൻ സാറുമായിട്ട് ഏകദേശം ഒരു 10 വർഷത്തെ പരിചയമുണ്ട്. 10 വർഷമാണോ അത് കൂടുതലുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഞങ്ങൾ ട്രെയിനിങ്ങുകളിലൊക്കെ ഒരുമിച്ച് പങ്കെടുത്തുകൊണ്ടാണ് സൗഹൃദം തുടങ്ങിയത്. പിന്നെ ഇറാം ടെക്നോളജീസുമായി ഡയറക്റ്റ് ബന്ധം വന്നിട്ട് ഒരു 3 വർഷത്തിൽ അധികമായി. അത് എൻ്റെ മകന്റെ ഒരു ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഫ്റ്റർ ബിടെക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഓസ്റ്റിൻ സാറുമായിട്ട് ഞങ്ങളൊരു യാത്രയിൽ സംസാരിക്കുന്ന ഇടയിലാണ് ഇറാം ടെക്നോളജീസ് ഓസ്ട്രേലിയൻ ഹെൽത്ത് കെയറിലേക്ക് സർട്ടിഫിക്കറ്റ് 3 കോഴ്സ് തുടങ്ങുന്ന വിവരങ്ങൾ എന്നോട് സംസാരിക്കുന്നതും. അങ്ങനെ ആദ്യമേ തന്നെ ഞാൻ എൻ്റെ സഹോദരന്റെ മകളെ അതിൽ കോഴ്സിൽ പങ്കെടുപ്പിക്കുകയും കോഴ്സ് വളരെ വിജയകരമായി പൂർത്തീകരിച്ച് അതിൻ്റെ നമുക്കറിയാം എബ്രോഡ് കരിയർ എന്ന് പറയുന്നതും ജോബ് വിസ എന്ന് പറയുന്നതും സ്റ്റുഡന്റ് വിസയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സ്റ്റുഡന്റ് വിസ പെട്ടെന്ന് കിട്ടും, മറ്റേതിനെ കുറിച്ച് താമസങ്ങൾ സ്വാഭാവികം സംഭവിക്കും. അപ്പൊ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ അനിയന്റെ മോള് ഇറാം ടെക്നോളജീസ് സാറ് ജോലി ചെയ്യുന്ന അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അതെ, ഇറാമിന് ഇപ്പൊ നിലവിൽ 2 സ്ഥാപനങ്ങളാണുള്ളത്, അങ്കമാലിയിലും കുന്നംകുളത്തും. മൂന്നാമത്തത് കൊച്ചിയിൽ എല്ലാ പരിപാടികളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട കോഴ്സാണ് തുടങ്ങുന്നത്, അല്ലേ സാറേ? AI റിലേറ്റഡ് കോഴ്സ് തുടങ്ങാനുള്ള എല്ലാ ബിൽഡിങ്ങുകളെല്ലാം ശരിയായി കിടക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് സാറുമായിട്ട് ഓസ്റ്റിൻ സാറിനോടൊപ്പം ഞങ്ങൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാറുണ്ട്. പല ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാനും സാറിനൊക്കെ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് ഏതൊരാൾക്കും വിശ്വസിക്കാവുന്ന, ബൈജു സാറ് പറഞ്ഞതുപോലെ വളരെ ഈ മേഖലയിൽ വളരെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന, തന്റെ അടുത്ത് വരുന്ന ഓരോ കുട്ടിയെയും രക്ഷപ്പെടണം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ കൃത്യമായിട്ട് ഇത് അറിയുന്നത് ഞാൻ ഈ അനിയന്റെ മോളുമായുടെ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശ കമ്മ്യൂണിക്കേഷനിൽ സാറൊക്കെ അവരുമായിട്ട് കൂടുതൽ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതും കുട്ടികൾക്ക് അതനുസരിച്ച് ഫീഡ്ബാക്ക് കൊടുത്തും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ വലിയ ഒരു തന്നെയാണ്. ഏതൊരാൾക്കും ആശ്രയിക്കാവുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ ബൈജു സാർ പറഞ്ഞ പോലെ അങ്കമാലി ഇറാം ടെക്നോളജീസ് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും മോഡേൺ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോ പ്രധാനമായിട്ട് പെട്രോളിയം റിഗുകളിലേക്ക് ബന്ധപ്പെട്ടൊക്കെ അതിന് ഏറ്റവും മോഡേൺ സാധനങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. ട്രെയിനിങ് നൽകുന്ന എക്സ്റേ വെൽഡിങ്ങിൻ്റെതാണെങ്കിലും ഇപ്പൊ ലേറ്റസ്റ്റ് SC ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുകയും ആ കുട്ടികൾക്കെല്ലാം വിസ അടക്കം റെഡിയാകുകയും ബഹുമാനപ്പെട്ട MB ഒക്കെ പങ്കെടുത്തുകൊണ്ട് അവർക്ക് വിസ കൈമാറുന്ന ചടങ്ങ് ഈ ഒരാഴ്ച മുമ്പ് ഇറാമിൽ നടന്നിരുന്നു. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരേ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഓസ്റ്റിൻ സാറാണ്. അപ്പോ ആർക്കും ഇതിപ്പോ നമ്മളും ബൈജു സാർ പറഞ്ഞ പോലെ ഒരു കച്ചവടത്തിന് അല്ലെങ്കിൽ വേറെ ഇതിന് പറയുന്നൊന്നും അല്ല, ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതാണ്. ആർക്കും വിശ്വസിക്കാവുന്നതാണ്. ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ മേഖലയെ കുറിച്ച് ഓസ്റ്റിൻ സാറിൽ നിന്ന് ലഭിക്കും. അപ്പൊ നല്ലൊരു വ്യക്തിയിൽ നിന്നാണ് നമ്മൾ സാധാരണ കരിയർ ഗൈഡൻസ് ക്ലാസ് ഒക്കെ എടുക്കുന്നത്. ഇപ്പൊ ഞാനൊക്കെ പോയി എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്ഥാപനങ്ങളൊന്നും കണ്ടിട്ടായിരിക്കില്ല, പുസ്തകങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വായിച്ചിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ സാറ് പറയുന്നത് എല്ലാം റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അങ്കമാലി ഇങ്കലിൽ ചെന്നാൽ, ഇങ്കൽ എന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ പാർക്കാണ്, അതിനകത്താണ് എസ്പയറും ഇറാം ടെക്നോളജീസും പിന്നെ കാസ് അല്ലെ ഇതെല്ലാം പ്രവർത്തിക്കുന്ന ഒരു ബിൽഡിംഗ് തന്നെയാണ്.
അവിടെ താങ്ക് യു ബൈജു സാർ. സാറിന്റെ അടക്കമുള്ള ആളുകളുടെ സേവനങ്ങളും നിങ്ങൾക്ക് കിട്ടും. അതും താങ്ക് യു. വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മളിത് കാണുന്നു. താങ്ക് അപ്പൊ യു. തീർച്ചയായിട്ടും നല്ലൊരു സെഷൻ ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു. ഓസ്റ്റിൻ സാറെ, ഗേൾസിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും അവര് വെൽഡേ പെൺകുട്ടികൾ, ഐസക് സാർ എന്തെങ്കിലും പറയാനായിരുന്നു? ഐസക് സാർ പ്ലീസ്. വെൽഡേഴ്സിന്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേക്കൻസി ഉണ്ടോ? വെൽഡേഴ്സ് ഏതിലാണ് എക്സ്പീരിയൻസ്. വെൽഡിങ്ങിലോ? വെൽഡേഴ്സ് ഏതിലാ സാറേ? വെൽഡേഴ്സ് ഉണ്ട് സാറേ. വെൽഡർ ഇപ്പൊ ഞാൻ വെൽഡർ പറഞ്ഞില്ലേ, ഒരു ദുബായിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് വെൽഡേഴ്സിന്. ഞാൻ പറഞ്ഞില്ല 2000 dirhams ആണ് അവർ ഓഫർ ചെയ്യുന്നത്. അതിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. അരവിന്ദ് എന്ന് പറഞ്ഞ ഒരു ഏജൻസിയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഓക്കെ നമ്മൾ ഓക്കെ അവരെ ഞാൻ കണക്ട് ചെയ്യാം. സാറിനെ കോൺടാക്ട് ചെയ്യാം. പെൺകുട്ടികൾക്ക് പിന്നെ സാറേ, ഇപ്പൊ അതുപോലെ ബോയ്സ്. മിഗ് വെൽഡിംഗ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ദുബായിലേക്കും നമുക്കറിയാം വെൽഡിംഗിൽ 3-4 ടൈപ്പ് ഉണ്ട്. മിഗ്, ടിഗ്, ആർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. നോർമലി വിദേശത്ത് പോയവർക്കൊക്കെ ടിഗും ആർക്കും ആയിരിക്കും കൂടുതൽ. ഇപ്പൊ യൂറോപ്പിലേക്കൊക്കെ പോകണമെങ്കിൽ മിഗ് തന്നെ പഠിക്കണം. അപ്പൊ അതൊക്കെ അങ്ങനെ പഠിക്കണമെങ്കിൽ ഒരു 1 month കൊണ്ടൊക്കെ നമുക്ക് ഒരു എക്സ്പേർട്ട് ആക്കി മിഗിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. 1 മാസത്തെ പരിശീലനം കൊണ്ട് മതി. മിഗിൽ എക്സ്പേർട്ട് ആക്കി തരാൻ പറ്റും ഒറ്റ സംഭവത്തിൽ. കാര്യം അതിനൊക്കെ നമ്മുടെ ട്രെയിനിങ് കോസ്റ്റ് എത്ര വരും സാർ? മിഗ് പഠിക്കുന്ന കാര്യം വെൽഡിംഗ് എപ്പോഴും അറിയാലോ കുറച്ച് കോസ്റ്റ്ലിയാണ്. കാര്യം ഇവര് തിയറി അല്ല പഠിക്കുന്നത്, ഇവര് പ്രാക്ടിക്കലി വെൽഡിംഗ് ചെയ്തിട്ട് തന്നെ പഠിക്കുന്നത്. അപ്പൊ ഒരു 45,000 rupees 1 month പ്രോഗ്രാമിന് വരും. പക്ഷെ 1 month തൊട്ട് അവർ ടെസ്റ്റ് അടിച്ച പാസ്സാവുന്ന രീതിയിലേക്ക് അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് ഞാൻ ഗ്യാരണ്ടി. അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് നികത്തി തന്നിരിക്കും, അത് ഉറപ്പാണ്. ആൻഡ് വി ആർ ഇപ്പൊ ഈ വെൽഡിങ്ങിന്റെ ഒക്കെ ഫീസ് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു കമ്പാരിസണോ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ വേണ്ടി പറയുന്നല്ല. നിങ്ങൾ വേറെ എവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു 3 months പ്രോഗ്രാമിന് 1.25 മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് നമ്മുടെ ലിറ്റിൽ ഫ്ലോർ പോലുള്ള സ്ഥലങ്ങൾ മേടിക്കുന്നത്. അവിടെ വെറും 2 മണിക്കൂറാണ് ഡെയിലി പരിശീലനമുള്ളൂ. നമ്മുടെ സ്ഥാപനത്തിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെ 8 മണിക്കൂർ പരിശീലനവും 3 months കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറക്കുന്നത്. ആൻഡ് ഫീസും നമ്മളിപ്പോഴും 90,000 95,000 മേടിക്കുന്നുള്ളൂ. ഞാൻ ഒരു ആവറേജ് ആയിട്ട് 1 lakh എന്ന് പറയുകയാണ്. ബാക്കി എല്ലാ സ്ഥാപനങ്ങളും 1.25 lakhs ആണ് അവർ വന്നത്. അപ്പൊ അങ്ങനെ ഫീസ് വെച്ച് നോക്കിയാലും കമ്പാരിറ്റീവ്ലി നമ്മുടെ കുറവായിരിക്കും. 10 വർഷമായിട്ട് ഫീസ് കൂട്ടിയിട്ടില്ല, സെയിം ഫീസിലാണ് നമ്മൾ പോകുന്നത്. അത് ഗവൺമെന്റിന്റെ ഭാഗമായതുകൊണ്ടാണ് ഞങ്ങൾ ഫീസ് കൂട്ടാനുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ട് അവർ അപ്രൂവ് ചെയ്ത് തരുന്നില്ല. അതുകൊണ്ട് ഡിലേ പോയതാണ്. നമുക്ക് 9:30 എൻഡ് ചെയ്യാം. അതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം, നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഗേൾസിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാം ഇപ്പൊ അവൈലബിൾ? ഗേൾസിന് ഞാൻ പറഞ്ഞില്ലേ സാറേ, സർട്ടിഫൈഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന പ്രോഗ്രാം. നഴ്സിംഗ് അസിസ്റ്റന്റ് സർട്ടിഫൈഡ്, അതിന്റെ കോഴ്സ് എത്ര നാളത്തെയാണ് സാറേ? അത് 6 months പ്രോഗ്രാം ആണ്. 2 മാസം തിയറി നമ്മുടെ സ്ഥാപനത്തിൽ ഒന്ന് പഠിച്ചാൽ മതി. 4 മാസത്തെ പ്രാക്ടിക്കൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ ട്രൈ ചെയ്യാം. നമ്മൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യും. ഇപ്പൊ അപ്പോളോയില് ഇപ്പൊ നേരത്തെ പരീത് കുഞ്ഞു സാർ പറഞ്ഞല്ലോ, ഇപ്പം ഞങ്ങള് ജില്ലാ പഞ്ചായത്തിന്റെ കെയർ ഓഫിൽ ചെയ്തതിനാണ് നമ്മളിപ്പം പ്ലേസ്മെന്റ്സ് കൊടുത്തത്. വിദേശ ജോലിയും നാട്ടിലുള്ളവർക്ക് നഴ്സിംഗ് ജോലിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ അതിനകത്ത് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഏകദേശം 50 കുട്ടികൾ ഞങ്ങളവിടെ നഴ്സിംഗ് അസിസ്റ്റന്റ് പഠിക്കുന്നുണ്ട്. അതില് 15 കുട്ടികളെയാണോ 20 കുട്ടികളെ അപ്പോളോ ഹോസ്പിറ്റലിൽ നമ്മുടെ ട്രെയിനിങ്ങിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 12 പേരെയും അവരിപ്പോ കോഴ്സ് കഴിയുമ്പോൾ അബ്സോർബ് ചെയ്യും. 12 പേര് അപ്പോളോയിൽ. സ്റ്റാർട്ടിംഗ് സാലറി വിൽ ബി ഒരു 15,000 താഴെ സാലറിയിൽ അവർക്ക് ജോലിക്ക് കയറും. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോ 10-15 വയസ്സായി, ഇനിയിപ്പോ നഴ്സിംഗ് പഠിക്കാൻ നേരമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാം. ഇത് കൂടാതെ വേറൊരു പ്രോഗ്രാം ഉള്ളത്, മേക്കപ്പിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കോസ്മെറ്റോളജി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതിൽ പെഡിക്യൂർ, മാനിക്യൂർ, പിന്നെ ഫേസ്, സ്കിന്ന്, ഹെയർ, ഇതൊക്കെ പഠിപ്പിച്ച് ജോലിയാക്കി കൊടുക്കാൻ പറ്റും. ഇനി ജോലി ആക്കിയില്ലെങ്കിലും സ്വന്തം മേക്കപ്പ് ചെയ്താൽ തന്നെ മാസം ഒരു 15,000 രൂപ ലാഭം ഉണ്ടാവും. ഇപ്പൊ നിങ്ങളൊരു ഫേഷ്യലൊക്കെ ചെയ്യാൻ പോണെങ്കിൽ അറിയാലോ എത്ര കാശ് ചെലവുണ്ട്. സ്വന്തമായിട്ട് ചെയ്താൽ പോലും 15,000 രൂപ മാസം ലാഭം ഉണ്ടാവും. കാര്യം ഇതിനകത്ത് വെഡിങ് മേക്കപ്പ് ഉണ്ടാവും. അതെല്ലാം നമ്മള് വീട്ടില് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് മക്കൾക്കും അയൽവക്കക്കാർക്ക് ചെയ്താൽ പോലും ഒരു 10-15,000 രൂപ ലാഭം ഉണ്ടാവും. കാര്യം എന്തായാലും എല്ലാ മാസവും കല്യാണം ഉണ്ടാവും. ഓങ്കാരൻ ടീച്ചർക്ക് താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. മോളുടെയും ടീച്ചറുടെയും കൂടി 50,000 രൂപ ലാഭിക്കാം. വെറുതെ പറഞ്ഞാണ്, തമാശ പറഞ്ഞാണ്. ഓങ്കാരൻ ടീച്ചർ ആവുമ്പോ തിരിച്ചൊന്നും പറയില്ല. എല്ലാ മാസവും എന്തായാലും ഒരു കല്യാണം ഉണ്ടാവും. ഒരു കല്യാണത്തിന് മേക്കപ്പ് ഇടാനുള്ള കാശും കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു പ്രോഗ്രാം കൂടിയും ലേഡീസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തായാലും 1 minute കൂടി ഉള്ളതുകൊണ്ട് ഒരൊറ്റ നന്ദി പറഞ്ഞോട്ടെ. കാര്യം ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയില് അങ്ങോട്ട് ആവശ്യപ്പെടാതെ, കൃത്യമായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല, നമ്മൾ പറഞ്ഞപ്പോ പറഞ്ഞാണ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട്
ഇങ്ങനൊരു അവസരം ഉണ്ടെങ്കിൽ അത് കുട്ടികളെ അറിയിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത ബൈജു സാറിന് പ്രത്യേകമായ ഹൃദയത്തിൽ നന്ദി. പിന്നെ പ്രത്യേകിച്ച് വി ബെസ്റ്റ് കൂട്ടായ്മ, ഇതിനകത്ത് വന്നിരുന്ന ഭൂരിഭാഗം പേര് വി ബെസ്റ്റിലെ ആൾക്കാരാണ്. എനിക്ക് എല്ലാ ദിവസവും രാവിലെ കാണുമ്പോൾ പരിചയമുള്ള ആൾക്കാരാണ്. പുറമേ നിന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും കുറച്ചൊരു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെയും എന്റെ സ്റ്റാറ്റസ് കണ്ടുവന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവർക്കൊക്കെ ഒരുപാട് നന്ദി. ഞാൻ ഈ പറഞ്ഞത് വൺസ് അഗൈൻ ബൈജു സാർ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുന്ന, സാറിന് ഞാൻ കമ്മീഷൻ കൊടുത്തിട്ടോ ലാഭം കൊടുത്തിട്ടോ ഒന്നല്ല. സാറിന്റെ ഒരു ആത്മാർത്ഥമായ ആഗ്രഹമാണ് പുറത്തുപോയി കുട്ടികളെ രക്ഷപ്പെടുന്നെങ്കിൽ പെട്ടട്ടെ എന്ന്, അങ്ങനെ ഒരു അവസരം ഉള്ളത് അറിയാതെ പോകരുത് എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇത് ഉൾക്കൊണ്ടത്. പിന്നെ ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെന്റിന്റെ മിക്കവാറും എല്ലാ പ്രോജക്ട്സും ഞങ്ങളെ ചെയ്യുന്നത്. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത്, അങ്കമാലി മുനിസിപ്പാലിറ്റി, എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ കഴിഞ്ഞ 3 വർഷമായിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഞങ്ങളുടെ സ്ഥാപനമാണ്. അവരെ പഠിപ്പിക്കുകയും വിദേശത്തും നാട്ടിലൊക്കെ ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങള്. പിന്നെ കേരള സർക്കാരിന്റെ വിവിധങ്ങളായിട്ടുള്ള SCയും STയും കുട്ടികൾക്കുള്ള പഠന പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. പിന്നെ പരീത് കുഞ്ഞി സാറിന് ഒരു വിഷമമുണ്ട്. കാര്യം ഓസ്ട്രേലിയൻ പ്രോഗ്രാമിൽ ആ കുട്ടി ഇതുവരെ പോയിട്ടില്ല. എന്റെ വൈഫ് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഭാഗത്ത് ചെയ്യുന്നത് മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഓസ്ട്രേലിയൻ വിസ കഴിഞ്ഞ ഒരു പുതിയ സർക്കാർ ചാർജ് എടുത്തതിന് ശേഷം അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ക്രൊയേഷ്യയിലല്ലോ യുദ്ധം നമ്മുടെ വന്നത്, ഉക്രൈൻ യുദ്ധം വന്ന സമയത്ത് മെറ്റീരിയൽസിനൊക്കെ വില കൂടുകയും കൺസ്ട്രക്ഷൻ മൊത്തത്തിൽ നിൽക്കുകയും ചെയ്തു. അപ്പൊ എന്റെ കസിനും ഓസ്ട്രേലിയയിലുണ്ട്. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യം വെച്ച് കഴിഞ്ഞാല്, ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ അല്ല. ഇപ്പൊ ആൾക്കാർ അവിടെ ചെന്ന് അവർക്ക് താമസിക്കാനുള്ള സൗകര്യമില്ല. ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ തന്നെ പെർ വീക്കിൽ $100 to $200 ഇപ്പൊ അക്കോമഡേഷൻ കോസ്റ്റ് റൈസ് ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് എടുത്തൊരു തീരുമാനം, ഒരു വർഷം 1,20,000 വിസ അടിച്ചിരുന്നത് ഒറ്റയടിക്ക് 40,000, 1/3 ആയിട്ട് അവർ കുറച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും വിസയൊക്കെ അപ്രൂവ് ആവാനായിട്ട് ഒരുപാട് വിസയ്ക്കൊക്കെ കുറെ പേരുടെ വിസയ്ക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു വിസ ആയിട്ടില്ല. ഒരു 4 മാസമായി, ഇപ്പൊ 6-7 മാസമൊക്കെ എടുക്കുന്നത് പറഞ്ഞു. അതല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല. നമ്മൾ ജെനുവിൻ ആയിട്ട് കുറെ കുട്ടികളെ, നോർമലി ഒരു ഓസ്ട്രേലിയക്കൊക്കെ പോകണമെങ്കിൽ 20-30 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഓരോരുത്തർ പോകുന്നത്. പഠിക്കാനാണെങ്കിൽ 50 ലക്ഷം രൂപ വരെ കൊടുക്കണം. ഇത് വെറും 3.5 lakhs കോഴ്സ് ഫീ മാത്രം കൊടുത്ത് വിദേശ ജോലി കിട്ടാവുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു നമ്മൾ വിഭാവനം ചെയ്തതും. ഒപ്പം നമ്മളെ ഈ കോഴ്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ട്രേഡ് കമ്മീഷനും ഓസ്ട്രേലിയൻ എംബസിയും കൂടിയിട്ടാണ്. അത്രയും ബിലീഫ് സിസ്റ്റം ഒക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ വിസ പ്രോസസ്സിങ്ങിന് കുറച്ച് ഡിലേ വന്നു. അതുകൊണ്ട് നമ്മളും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിനകത്ത് അവരുടെ പൈസ പോലും കിട്ടിയിട്ടില്ല. അപ്പൊ എനിവേ, എന്നാലും പക്ഷെ ഈ ഗൾഫ് കേസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിത്തിൻ 3 months അറിയാൻ പറ്റും. അഡ്വാൻസ് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കത് കുറച്ചും കൂടി ജെനുവൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നന്ദി സാർ, ഒരുപാട് നന്ദി. എല്ലാവർക്കും അറ്റൻഡ് ചെയ്ത പ്രത്യേകിച്ച് ഐസക് സാറൊക്കെ അത്രയും തിരക്കുള്ള ആൾക്കാരാണ്. അപ്പൊ അവരൊക്കെ ഈ ക്ലാസ് കേൾക്കായിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. പോൾ സാർ ഉണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും 1 മിനിറ്റ് കൊണ്ട് നന്ദി പറയാൻ പറ്റുന്ന ആരാണ്? ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് 1 മണിക്കൂർ കൊണ്ട് നന്ദി പറയാൻ പറ്റുന്ന ഒരാൾ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയും. ഭംഗിയായിട്ട് 1 മിനിറ്റ് കൊണ്ട് നന്ദി. ആരും പറയില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ ജോയ് സാറേ, എനിക്ക് ഓർമ്മയിലുള്ള ജോയ് സാറാണ്. ജോയ് സാറേ 1 മിനിറ്റ് കൊണ്ട് എല്ലാവർക്കും നന്ദി പറയും. ഐസക് സാർ താങ്ക് യു. എല്ലാവരും സാറ് പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ട്. പോൾ സാർ ഉണ്ട്. താങ്ക് യു. സർ. താങ്ക് യു. യെസ്, എല്ലാവർക്കും സായനവന്ദനം. പ്രിയമുള്ള ബൈജു സാർ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് നയിച്ച ഗ്രേറ്റ് ലീഡർ ഓസ്റ്റിൻ വാളൂർ സാർ, തികച്ചും വളരെ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഏറെ പരിഹാരം നൽകാൻ കഴിയുന്ന ഒരു സംഭാഷണമായിരുന്നു ഓസ്റ്റിൻ സാറിൻ്റെത്. അത് പ്രയോജനപ്പെടുത്താൻ കുറേയേറെ പേർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അതിൽ സജീവമായി ചർച്ചയുണ്ടായി. ഇപ്പോൾ ഇതിന് ബൈജു സാർ ആദ്യം പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുമ്പോൾ ഇതിലെല്ലാം ബിസിനസ് കിടക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയമൊക്കെ പലർക്കും ഉണ്ടാകും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വി ബെസ്റ്റിൽ ഓരോരുത്തരും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണുന്നത് നമ്മുടെ സമൂഹത്തിലെ വളരെ പിന്നോക്കാവസ്ഥയിൽ, പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ കഷ്ടപ്പെടുന്ന യുവാക്കൾക്ക് ഒരു പിടിവള്ളി കിട്ടി അവര് ഉയർന്ന അങ്ങനെ അവരെ വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ലോക്കൽ ആക്ഷനിലൂടെ ഒരു ഗ്ലോബൽ വിഷൻ
അതാണ് തീർച്ചയായിട്ടും വി ബെസ്റ്റിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ആ തലത്തിൽ ഈ ക്ലാസ് ഏറെ പ്രയോജനകരമായി. ഞാൻ പ്രത്യേകമായി ഓസിൻ സാറിനെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ട്രെയിനിങ് സ്കില്ലൊക്കെ ഇവിടെ വെളിവായി ഓരോരുത്തരെയും ഒരു സാധാരണക്കാരായ എല്ലാവർക്കും പ്രയോജനപ്രദമായ രീതിയിൽ ഈ ക്ലാസ് നയിക്കുകയും അത് പ്രയോജനപ്പെടുകയും ഒക്കെ ഉണ്ടായി. അതിൽ സന്തോഷം. സാറിന് പ്രത്യേകമായി പ്രത്യേകിച്ചും വി ബസിന്റെ നെടുന്തൂണെന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഓസിൻ സാറിനെ സംബന്ധിച്ച് വി ബസ് തന്നെ ആവശ്യമില്ല, പക്ഷെ എങ്കിലും എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി ഓസിൻ സാറിനോട് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പ്രോഗ്രാം ബൈജു സാറിനെ സംബന്ധിച്ച് ആ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇത് ഏറ്റെടുത്ത് നടത്താൻ കഴിഞ്ഞു. ഞാൻ 1 മിനിറ്റ് എന്നുള്ള സമയം കഴിഞ്ഞു പോയി, അത് ഓർമ്മിക്കുന്ന ഇപ്പോഴാണ്. എന്തായാലും സജീവമായി പങ്കെടുത്ത വിവിഎസിലെ എല്ലാ ഹൃദയ ബന്ധുക്കൾക്കും പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഗുഡ്. ഐസക് സാർ, താങ്ക് യു സോ മച്ച്. രാജു സാർ, എല്ലാവർക്കും അവസാനം ഉണ്ടായിരുന്നവരാണ്. താങ്ക് യു ഓൾ സാർ, താങ്ക് യു സോ മച്ച്. ബ്യൂട്ടിഫുൾ ഡേ. ക്യാപ്റ്റൻ സാർ, ഒരു സല്യൂട്ട്. ക്യാപ്റ്റൻ സാർ, ഇത്രയും ക്ലാസ് കേട്ടപ്പോ വെൽഡിംഗ് പഠിച്ചാലോ എന്ന് തോന്നിപ്പോയി. അടിപൊളി കൺക്ലൂഷൻ. മോഹനേട്ടൻ എന്താ തോന്നണേ? മോഹനേട്ടാ, ഒരു ലാസ്റ്റ് ഡയലോഗ്, കൺക്ലൂഷൻ ഡയലോഗ്. മോഹനേട്ടാ, ഇനി ഒരു കൈ നോക്കിയാലോ അല്ലേ? എനിക്ക് വല്ല പണിയുണ്ടോന്ന് ആലോചിക്കുന്നത്. 30 പേരെ എല്ലാ വർഷവും വെൽഡിംഗ് പഠിപ്പിച്ചിറക്കുന്നുണ്ട്. അതെ, മാം ഇറക്കുന്നുണ്ട്. പക്ഷെ അവിടെയുള്ള കുട്ടികൾക്ക് ഒരു പ്ലേസ്മെന്റ് കൊടുക്കാനായിട്ട് അവരെ ഒന്ന് ഇത് അറിയിക്കാൻ സ്ഥലം വേണമെങ്കിൽ മാം ഒരു ഓൾഡർ സ്റ്റുഡൻസ് വെച്ച് കഴിഞ്ഞാൽ സാർ ഓസ്റ്റിൻ സാർ പോകാൻ പറ്റുമോ? എല്ലാ വർഷവും 30 കുട്ടികൾ വെച്ച് ഇറങ്ങുന്നുണ്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് വെൽഡിംഗ് കഴിഞ്ഞ്. മാം ഇതുവരെ ഉള്ളവരെ ഒന്ന് ഇൻഫോം ചെയ്തിട്ട് ഓസ്റ്റിൻ സാർ അവിടെ ഒന്ന് അവരെ വിളിച്ചു കൂട്ടിയാൽ മതി. സാറേ, എനിക്ക് ഒരു വർഷങ്ങളായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ ആ കമ്പനിയുടെ GM ആയതുകൊണ്ടും പ്രായം മാത്രമേ ഒഴിവാക്കി. എന്തായാലും ഇന്നത്തെ സായാഹ്നം വളരെ ഫ്രൂട്ട്ഫുൾ ആയി. വളരെ എഫക്റ്റീവ് ആണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.